കർത്താവിലാണ് ഞാൻ നിങ്ങൾ മുമ്പോട്ട് പോയാൽ ഞാൻ പറയാം, എൻ്റെ ദൈവത്തിൻ്റെ ഉത്കൃഷ്ട മാനസനായി മാറും. എങ്ങനെ 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 ഓ, ദാനിയേൽ ആരായിരുന്നു? എൻ്റെ ദൈവത്തിൻ്റെ പറഞ്ഞേ ഉത്കൃഷ്ട മാനസൻ. ദാനിയേൽ ആരായിരുന്നു? എൻ്റെ ദൈവത്തിൻ്റെ ഉത്കൃഷ്ട മാനസൻ. ഓ, ദാനിയേൽ ഉത്കൃഷ്ട മാനസനാകാൻ ചില കാര്യങ്ങളുണ്ടായിരുന്നു. ദാനിയേൽ ഉത്കൃഷ്ട മാനസനാകാനുള്ള കാര്യം, ഒന്നാമത്തെ കാര്യം, അവൻ ദൈവത്തിൻ്റെ പ്രമാണം ഉള്ളിൽ. എൻ്റെ ദൈവത്തിന് ഒരുപാട് മക്കളുണ്ടായിരുന്നു. അതിലൊരു പൈതൽ ദാനിയേൽ, അവൻ ഉത്കൃഷ്ട മാനസനായിരുന്നു. അവൻ ഉത്കൃഷ്ട മാനസനാകാൻ ചില കാര്യങ്ങളുണ്ടായിരുന്നു. അതിലൊരു കാര്യമാണ്, അവൻ്റെ ഹൃദയത്തിനകത്ത് അവൻ ദൈവത്തിൻ്റെ പ്രമാണത്തെ, എന്തിനെ ദൈവത്തിൻ്റെ പ്രമാണത്തെ. ഓ സ്തോത്രം. 1-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴി നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണം സന്തോഷിച്ച് ന്യായപ്രമാണം അനുസരിച്ച് അതിന് രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നത് തക്ക കാലത്ത് ഫലം കായ്ക്കുന്നത്. ദാനിയേൽ ആറ്റരികത്ത് നട്ടിരിക്കുന്ന തയ്യായിരുന്നു. തക്ക കാലത്ത് ഫലം കായ്ക്കുന്ന തയ്യായിരുന്നു. ഇല വാടാത്ത തയ്യായിരുന്നു. അവൻ ചെയ്യുന്നതൊക്കെ ഒരിടത്ത് പോലും അവൻ തോറ്റെന്ന് ദാനിയേലിന്റെ പുസ്തകത്തിൽ പറയുന്നില്ല. കാരണം അവൻ ദൈവത്തിന് ഉത്കൃഷ്ട മാനസനായിരുന്നു. എത്രർക്ക് വെളിപ്പെടുന്ന എനിക്ക് അറിഞ്ഞുകൂടാ. ഓ ഹല്ലേലൂയ. നിങ്ങൾ ദാനിയേലിനെ മാത്രം ഒന്ന് നോക്ക്. അവൻ്റെ ആരാധന നോക്ക്. അവന് പറയാൻ വേറൊന്നുമില്ല. അവന് പറയാൻ ഭാര്യയെക്കുറിച്ചില്ല. അവന് പറയാൻ മക്കളെക്കുറിച്ചില്ല. അവന് പറയാൻ മറ്റു ലോകത്തിലുള്ള ആരെയും കുറിച്ചില്ല. അവന് പറയാനുള്ള ദൈവത്തെക്കുറിച്ചും ദൈവ ആലോചനയെക്കുറിച്ചും ദൈവ ശക്തിയെക്കുറിച്ചും ദൈവ കൃപയെക്കുറിച്ചും ഓ ദൈവത്തിൻ്റെ പ്രവൃത്തിയെക്കുറിച്ചും ദൈവത്തിൻ്റെ അത്ഭുതം. ഓ ദൈവത്തിന് സ്തോത്രം. എത്രയൊക്കെ മനസ്സിലായെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവത്തിന് സ്തോത്രം. ഉത്കൃഷ്ട മാനസൻ ആകാൻ ഒന്നാമത്തെ കാരണം, അയാളുടെ ഹൃദയത്തിനകത്ത് ലോകത്തിലെ കാര്യങ്ങളല്ല കുടിയിരുന്നത്, എൻ്റെ ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ. ചില സഹോദരിമാരുടെ അകത്ത് ഭർത്താക്കന്മാരായിരിക്കും വിഗ്രഹമായിട്ടിരിക്കുന്ന. ഭർത്താവിനെ സ്നേഹിക്കേണ്ടതല്ല, 2-ാം സ്ഥാനത്തെ അയാളുള്ളൂ. ചില ആൾക്കാരുടെ അകത്ത് ഭാര്യമാരായിരിക്കും സ്നേഹിക്കേണ്ടതല്ല, 2-ാം സ്ഥാനമേ ഭാര്യയ്ക്കുള്ളൂ. ദൈവം കഴിഞ്ഞിട്ടേ ഉള്ളൂ, അത് കഴിഞ്ഞ് ഭാര്യ, അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ മാതാപിതാക്കൾ. ദൈവത്തിന് സ്തോത്രം. ശ്രദ്ധിച്ചേ, കല്യാണം കഴിഞ്ഞു അങ്ങനെയാണ്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് മനസ്സിലായോ കാര്യങ്ങൾ? ഹല്ലേലൂയ. ഇന്ന് അനേകരുടെ ഹൃദയത്തിനകത്ത് ദൈവമോ ദൈവിക പ്രമാണങ്ങളോ അല്ല. അതുകൊണ്ട് എൻ്റെ ദൈവത്തിൻ്റെ ഉത്കൃഷ്ട മാനസരായിരിക്കാൻ അനേകർക്ക് കഴിയാതിരിക്കുമ്പോൾ, ദാനിയേലിൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് മുഴുവൻ ദൈവവും ദൈവത്തിൻ്റെ സത്യവചനവും യഥാർത്ഥ കൽപ്പനകളുടെ പാതകളുമായി. എത്രയൊക്കെ ആഗ്രഹമുണ്ട്, എത്രയൊക്കെ ആഗ്രഹമുണ്ട് അകത്ത്. ആളുകളെ കാണിക്കാനല്ല, ആളുകളെ കാണിക്കാനല്ല. ആമേൻ, 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 ആമേൻ. ഹല്ലേലൂയ, ആമേൻ. സ്തോത്രം. ഒരു സാധാരണ പെന്തക്കോസ്തുകാരനല്ലായിരുന്നു അവൻ. ഹൃദയത്തിനകത്ത് ദൈവിക പ്രമാണമുള്ളവൻ. പുറത്ത് ആളുകളെ കാണിക്കാൻ, ഞാൻ പെന്തക്കോസ്തെന്ന് കാണിക്കാൻ മാത്രമുള്ള ഒരാളായിരുന്നില്ല ദാനിയേല്. പിന്നെയോ പ്രമാണം സൂക്ഷിക്കുന്നവൻ. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലാകുന്നുണ്ട്? ഇടത്തോട്ടോ വലത്തോട്ടോ ദൈവവചനം വിട്ട്, ദൈവശബ്ദം വിട്ട്, ദൈവത്തിൻ്റെ പാദം വിട്ട്, ദൈവത്തിൻ്റെ കൽപ്പന വിട്ട്, ദൈവത്തിൻ്റെ സുവിശേഷം വിട്ട് ആ ശബ്ദം കേൾക്കാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥ, കർത്താവില്ലാതെ നടക്കാൻ പറ്റാത്തൊരവസ്ഥ, ആ സാന്നിധ്യത്തിനകത്ത്, ആ ദൈവരാജ്യത്തിനകത്ത്, ആ ദൈവകൃപയ്ക്കകത്ത്, അഭിഷേകത്തിൻ്റെ പുകത്തപ്പിനകത്ത്, ആത്മാവിൻ്റെ പകർച്ചയ്ക്കകത്ത്. ദാനിയേൽ ഉത്കൃഷ്ട മാനസനാകാൻ കാരണം അവൻ്റെ അകത്തൊരു കപട ഒരു ജീവിതം അല്ലായിരുന്നു. ആളുകളെ കാണിക്കാനുള്ളതൊന്നുമല്ല. ആളുകളെ കാണിക്കാനുള്ളതോ ആളുകളെ അറിയിച്ച് അഭിനയിക്കാനുള്ളതോ ആയിരുന്നില്ല. അയാളുടെ പ്രമാണ സൂക്ഷിക്കൽ ദൈവത്തെ കാണിക്കാനായിരുന്നു. ദൈവം അറിയുന്നതായിരുന്നു, മനുഷ്യൻ കാണാത്തതായിരുന്നു, ദൈവം കാണുന്നതായിരുന്നു. ഓ, അനേകർക്ക് കാണാൻ പറ്റാത്തതും എന്നാൽ ലോകത്തിലുള്ള ചില മനുഷ്യർക്ക് മാത്രം കാണാൻ പറ്റുന്നതും, അത് ദൈവം കാണിച്ചു കൊടുക്കുന്നവർക്ക് കാണാൻ പറ്റുന്നതും എന്നാൽ ദൈവത്തിന് എപ്പോഴും കാണാൻ പറ്റുന്നതുമായ ഒരു ജീവിതമായിരുന്നു ആരുടേത്?
ദാനിയേലിൻ്റെത്. അതുകൊണ്ട് അവൻ ഒന്നാമത് ഉത്കൃഷ്ടനായി. രണ്ട്, ദാനിയേൽ അവൻ വിശ്വസ്തനായിരുന്നു. ദാനിയേൽ ഉത്കൃഷ്ടനാകാൻ കാരണം എന്താ? ഒന്നാമത് എന്താ? അവൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് ഒന്നാമത്തെ സ്ഥാനവും എല്ലാം 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 അപ്പനായും അമ്മയായും എല്ലാമായും യേശുവേ അങ്ങ് വേണം, യേശുവേ വേണം. അപ്പനായും അമ്മയായും എല്ലാമായും യേശുവേ അങ്ങ് വേണം, യേശുവേ വേണം. എല്ലായിടത്തും അപ്പനായിട്ടും അമ്മയായിട്ടും ദൈവമായിട്ടും കർത്താവായിട്ടും പ്രാണപ്രിയനായിട്ടും ദാനിയേലിന് ഹൃദയത്തിനകത്ത് ദൈവത്തെയും ദൈവത്തിൻ്റെ പ്രമാണത്തിനും ഒന്നാമത്തെ സ്ഥാനം കൊടുത്ത് ഹൃദയത്തിനകത്ത് പ്രമാണം സൂക്ഷിച്ചത് കൊണ്ട് അവൻ എൻ്റെ ദൈവത്തിന് ഉത്കൃഷ്ട മാനസനാകാൻ ഒരു കാര്യമായി തീർന്നു. രണ്ടാമത്തെ കാര്യം, അവൻ വിശ്വസ്തനായിരുന്നു. അവൻ വിശ്വസ്തൻ. ഏത് കാര്യം ഏൽപ്പിച്ചാലും എൻ്റെ ദൈവത്തിനാണ് ഞാൻ ചെയ്യുന്നതെന്ന് ഉള്ള ഉറപ്പോടെ വിശ്വസ്തയോടെ ഏൽപ്പിക്കുന്നതിന് വിശ്വസ്തയോടെ ആരായിരുന്നു? ഒന്നാമത് പ്രമാണം സൂക്ഷിക്കുന്നവൻ, രണ്ടാമത് വിശ്വസിക്കുന്നവൻ, മൂന്നാമത് ഉത്കൃഷ്ട മാനസനാകാൻ കാരണം പ്രാർത്ഥിക്കുന്നവൻ. എങ്ങനെ ഒന്നാമത്തെ കാര്യം എന്തെന്നാ? എൻ്റെ അപ്പൻ്റെ ഉത്കൃഷ്ട മാനസനെന്ന് എൻ്റെ അപ്പൻ വിളിക്കാൻ ദാനിയേൽ കണ്ട ഒന്നാമത്തെ കാര്യം എന്തൊന്നാ? അവൻ പ്രമാണം പുറത്ത് ആൾക്കാർ കാണക്ക കെട്ടിത്തൂക്കിയിട്ടുകൊണ്ട് നടന്നല്ല, ആൾക്കാർ കാണക്ക നീ 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 എന്ന് വിധിച്ചുകൊണ്ട് നടന്നല്ല, ആൾക്കാർ കാണാതെയും കാണക്കയും അകത്ത് തന്നെത്താൻ വിധിച്ചുകൊണ്ട് വചനത്തിൻ്റെ പ്രമാണങ്ങൾ ഹൃദയത്തിൻ്റെ അകത്താക്കി ജീവിതം കൊണ്ട് ദൈവത്തെ വെളിപ്പെടുത്താൻ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത പഴയ നിയമ ഭക്തൻ. ഹല്ലേലൂയ. ഒന്ന്, ഈ മനുഷ്യൻ പ്രമാണം ഹൃദയത്തിൽ സൂക്ഷിച്ചു. രണ്ട്, ഈ മനുഷ്യൻ ദൈവത്തിൻ്റെ മുൻപാകെ എങ്ങനെയായിരുന്നു? എല്ലായിടത്തും എവിടെ എന്ത് കാര്യം ഏൽപ്പിച്ചാലും ഇടത്തോട്ടോ വലത്തോട്ടോ ജീവിക്കാൻ പ്രാർത്ഥിച്ചു. സ്തോത്രം. ആഹാരം കഴിക്കുന്നവരുണ്ട്, വ്യത്യസ്തരായിട്ടുള്ള ആഹാരം കഴിക്കുന്ന ആൾക്കാരുണ്ട്. ചിലർ ജീവിക്കാൻ വേണ്ടി നമ്മൾ ആഹാരം കഴിക്കണം, അല്ലേ? ജീവൻ നിലനിർത്തി ആഹാരം കഴിക്കും. പക്ഷെ ചിലർ ആഹാരത്തിന് ദൈവമാക്കി ഭക്ഷിക്കും. അവരുടെ ദൈവം വയർ. അവർ മാനസാന്തരപ്പെടുന്ന ബൈബിളിൽ വചനമുണ്ട്. ഞാൻ അതുകൊണ്ടാണ് തിരുത്തി പറഞ്ഞത്. അങ്ങോട്ട് കർത്താവ് കൊണ്ടുപോയത്. എപ്പോഴും നല്ലത് വലിച്ച് കടിച്ച് പറിച്ച് രാവിലെയും ഉച്ചയ്ക്കും രാത്രിയും അപ്പോഴപ്പോഴായിട്ട് വീട്ടിലുള്ളതൊന്നും വേണ്ട, പുറത്ത് പോവുക, അങ്ങോട്ട് എടുക്കുക, കൊടുക്കുക, ഇഷ്ടപ്പെട്ട ടേസ്റ്റ്ഫുള്ളായിട്ട് ജീവിക്കുന്നതേ ഭക്ഷണം കഴിക്കുക. പക്ഷേ ദാനിയേൽ ജീവിച്ചത് ഭക്ഷണം കഴിക്കാനല്ല, പ്രാർത്ഥിക്കാൻ ജീവിച്ച ഒരു മനുഷ്യൻ. ജീവിച്ചത് പ്രാർത്ഥിക്കാൻ. എങ്ങനെ എൻ്റെ നിങ്ങളുടെ ആഗ്രഹമോ? വ്യത്യാസങ്ങൾ മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. ഒന്ന്, ഈ മനുഷ്യൻ ആരായിരുന്നു സഹോദരങ്ങളെ? ഒന്ന് പറഞ്ഞേ. ഒന്നാമത്തെ ഉത്കൃഷ്ട മാനസനാകാൻ ഒന്നാമത്തെ കാരണം എന്തോന്നാ? ദൈവത്തിൻ്റെ പ്രമാണത്തെ വചനത്തെ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? അപ്പച്ചാ, ഇന്ന് ഈ ശക്തി എനിക്ക് തന്നിട്ട് അയക്കാവോ? അപ്പാ, കർത്താവിൻ്റെ കൃപ എനിക്ക് തന്നിട്ട് അയക്കാവോ? എനിക്ക് എൻ്റെ ദൈവത്തെ ഒന്നാമത് എൻ്റെ അകത്തിരിക്കണം, ദൈവവചനം ഇരിക്കണം. ഏതൊക്കെ ഭാഗത്ത് എവിടെ കൂടെയൊക്കെ പോകേണ്ടി വന്നാലും അവിടെ ഒന്നും എൻ്റെ ദൈവത്തെ തള്ളിക്കളഞ്ഞിട്ടുള്ള ഒന്നും എനിക്ക് വേണ്ട. ഒന്നാമതുള്ള എൻ്റെ അപ്പനെ മാറ്റി വിട്ടിട്ട് മറ്റൊന്നിനെയും ഞാൻ ഒന്നിൻ്റെ പുറകെ പോകണ്ട. ഒന്നാമത് എൻ്റെ അപ്പൻ. അത് എൻ്റെ പുറം കൊണ്ട് പ്രസംഗത്തിലൂടെ മാത്രമല്ല, എൻ്റെ ഹൃദയത്തിനകത്ത് എപ്പോൾ എൻ്റെ അപ്പൻ നോക്കിയാലും
ആരൊക്കെ ഏൽപ്പിച്ചു കൊടുക്കും? ആരൊക്കെ പറയും? 2 സ്തോത്രം വിശ്വസ്തൻ. എവിടെയും വിശ്വസ്തൻ. ദാനിയേലിൻ്റെ പുസ്തകം 1-ാം അധ്യായം 8-ാം വാക്യം വായിക്കുമ്പോൾ അതിനകത്ത് പ്രമാണം ഹൃദയത്തിൽ നിശ്ചയിച്ച ദാനിയേലിനെ കുറിച്ച് കാണാം. ഈ സ്തോത്രം ദൈവത്തിന് സ്തോത്രം. ഇന്ന് അനേകരുടെ ഹൃദയത്തിനകത്ത് പ്രമാണമല്ല, വചനമല്ല, ലോകം, ജഡചിന്തകൾ, മറ്റ് പല കാര്യങ്ങളും ഹൃദയത്തിനകത്തിരിക്കുമ്പോൾ, എന്നാൽ ഇന്ന് ദാനിയേലിൻ്റെ ഹൃദയത്തിനകത്ത് പ്രമാണമാണ്. സ്തോത്രം വായിച്ചേ. എന്നാൽ രാജാവിന്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞുകൊണ്ടും തന്നെ താൻ അശുദ്ധമാക്കുകയില്ല എന്ന്. തന്നെ താൻ എല്ലാവരും എടുത്തു ആ വാക്യം വായിച്ച ഒന്നുകൂടെ 1:8. എന്നാൽ രാജാവിന്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞു കൊണ്ടും തന്നെ താൻ അശുദ്ധമാക്കുകയില്ല എന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ച്. ദാനിയേൽ എന്ത് ചെയ്തു? പറ. ഹൃദയത്തിൽ നിശ്ചയിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. ബാബേൽ പ്രവാസത്തിൽ ആര് പോയി? ഇപ്പോൾ ദാനിയേൽ പോയി. എന്താണ് ബാബേൽ പ്രവാസം? സ്തോത്രം. ജനങ്ങളെല്ലാം ഞങ്ങൾക്കൊരു രാജാവിനെ വേണമെന്ന് ഒരുമിച്ച് ആട്ടകസ് ചാർത്ത് വിളിച്ചു. ശ്രദ്ധിക്കുന്നുണ്ട് എല്ലാവരും? എല്ലാവരും ഒന്ന് കരം അടിച്ചേ. ആരും ശ്രദ്ധ വിടല്ലേ? ഇത് പറഞ്ഞു വരുമ്പോൾ ശ്രദ്ധ വിടല്ലേ? കരം ഒന്ന് അടിച്ചേ. ഓ മുഴുവുള്ളത്തോടെ ആരാധിപ്പേ, മുഴുബല அன்பு கூறுவேன். ஆராதனை 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 அன்பு கூறுவேன். இன்னும் அதிகமாய் ஆராதிப்பேன், இன்னும் ஆர்வமாய் அன்பு கூறுவேன், இன்னும் அதிகமாய் ஆராதிப்பேன், இன்னும் ஆர்வமாய் உம்மை முழு உள்ளத்தோட ஆராதிப்பேன், முழு பலத்தோட அன்பு கூறுவேன். ஆராதனை 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 ஆராதனை. ஓஹோ ஆராதனை 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 ஆராதனை. ഹല്ലേലൂയ. എന്താണ് ബാബേൽ പ്രവാസം? സ്തോത്രം. ദൈവത്തിന് മഹത്വം. ഒരിക്കൽ ജനങ്ങളെല്ലാം കൂടെ ചേർന്ന് ഞങ്ങൾക്കൊരു രാജാവിനെ വേണമെന്ന് പറഞ്ഞു. എന്ത്? ദൈവത്തിന് സ്തോത്രം. ശമൂവേൽ എന്ന പ്രവാചകനിലൂടെ കർത്താവാകുന്ന ദൈവം ജനത്തെ വഴി നടത്തി കൊണ്ടുവരുമ്പോൾ, സ്തോത്രം, ശമൂവേൽ, എല്ലാവരും ശ്രദ്ധിക്കണമേ, ശമൂവേൽ എന്ന പ്രവാചകനിലൂടെ ഇസ്രായേൽ ജനത്തെ വഴി നടത്തി കൊണ്ടുവരുമ്പോൾ ഭയങ്കര സന്തോഷത്തോടെ കുറവുകൾ ഉണർത്തി, തെറ്റുകളെ ഉണർത്തി വഴി നടത്തി കൊണ്ടുവരുമ്പോൾ, സ്തോത്രം, പ്രവാചകൻ പ്രായമായി. ദൈവത്തിന് സ്തോത്രം. പ്രവാചകന്റെ മക്കളും ശരിയല്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ജനക്കൂട്ടം ഒരുമിച്ച് ഇളകി നിന്ന് പറഞ്ഞു, ഞങ്ങൾക്കൊരു രാജാവിനെ വേണം. ഞങ്ങൾക്ക് ആരെ വേണം? ഒരു രാജാവിനെ വേണം. രാജ്യം ഭരിക്കാൻ ഞങ്ങൾക്കൊരു രാജാവിനെ വേണം. ജനം മുഴുവൻ ആർത്ത് വിളിക്കാൻ തുടങ്ങി. ഓ സ്തോത്ര. ശമൂവേൽ പ്രവാചകന്റെ ഉറക്കം പോയി, സ്വസ്ഥത പോയി, സമാധാനം പോയി, സന്തോഷം പോയി, ആശ്വാസം പോയി. ദൈവത്തിൻ്റെ മുമ്പിൽ വീണ് കിടന്നിട്ട് പറഞ്ഞു, അപ്പാ, ഇവരെന്തോന്നാ ചോദിക്കുന്നത്? ഇവരെന്തോന്നാ പറയുന്നത്? ഇവരിതാ ഒരു രാജാവിനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ദൈവമേ, ഞാൻ എന്ത് ചെയ്യണമെന്ന് ദൈവത്തിൻ്റെ മുമ്പിൽ കരയുകയാണ്. ഹൃദയം പൊട്ടുകയാണ്. ആരുടെ ഹൃദയം? സ്തോത്രം. ഹല്ലേലൂയ. ഓ പ്രവാചകനായ ശമൂവേലിൻ്റെ ഹൃദയം പൊട്ടി തകരുകയാണ്. എന്തിനു വേണ്ടി? ജനത്തിൻ്റെ ഹൃദയം ദൈവത്തിൽ നിന്ന് അകന്നു, ദൈവത്തിൽ നിന്ന് മാറി. സ്തോത്രം. ഹല്ലേലൂയ. ഒരുമിച്ച് ജനം കിടന്ന് വിളിക്കുകയാണ്, ഞങ്ങൾക്ക് ആരെ വേണം?
ഒരു രാജാവിനെ വേണോ, ഒരു രാജാവിനെ കിട്ടിയേ തീരൂ എന്ന് പറഞ്ഞ് ജനം ആർത്ത് വിളിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം, ജനം ആർത്ത് നിലവിളിക്കുകയാണ്, ആർത്ത് അട്ടഹസിക്കുകയാണ്. ഞങ്ങൾക്കിപ്പോൾ ഒരു രാജാവിനെ വേണം. ഹല്ലേലൂയ. വായിച്ച 8-ാം അധ്യായം 7-ാം വാക്യം. യഹോവ 8:1 മുതൽ ടക്കനെ വായിച്ച്, വചനം അകത്ത് വീണില്ലെങ്കിൽ തെറ്റിപ്പോകും, നമുക്ക് ആ ധ്യാനിക്കുകയും വേണം, ടക്കനെ പോവുകയും വേണം. വായിച്ചേ. ശമൂവേൽ വൃദ്ധനായപ്പോൾ തന്റെ പുത്രന്മാരെ ഇസ്രായേലിനെ ന്യായാധിപന്മാരാക്കി. അവന്റെ ആദ്യജാതന് യോവേൽ എന്നും രണ്ടാമത്തേവന് അബിയാവ് എന്നും പേർ. അവർ ബേർശേബയിൽ ന്യായപാലനം ചെയ്തു പോന്നു. അവന്റെ പുത്രന്മാർ അവന്റെ വഴിയിൽ നടക്കാതെ ദുരാഗ്രഹികളായി കൈക്കൂലി വാങ്ങി ന്യായം മറിച്ചു വന്നു. ആകയാൽ ഇസ്രായേൽ മൂപ്പന്മാർ എല്ലാവരും ഒന്നിച്ചുകൂടി രാമയിൽ ശമൂവേലിന്റെ അടുക്കൽ വന്ന് അവനോട്, നീ വൃദ്ധനായിരിക്കുന്നു, നിന്റെ പുത്രന്മാർ നിന്റെ വഴിയിൽ നടക്കുന്നില്ല. ആകയാൽ സകല ജാതികൾക്കും ഉള്ളതുപോലെ ഞങ്ങളെ ഭരിക്കേണ്ടതിന് ഞങ്ങൾക്കൊരു രാജാവിനെ നിയമിച്ചു തരണമെന്ന് പറഞ്ഞു. ഇനി ആത്മാവുള്ളവല്ല, എനിക്കൊരു രാജാവ് ഞങ്ങൾക്ക് വേണം. ഇതുവരെ ആത്മാവിനാലാണ് നിയന്ത്രിക്കപ്പെട്ടുകൊണ്ടിരുന്നത്. രാജാവിനെ വേണമെന്ന് ജനം ഒരുമിച്ച് അലറി. അടുത്ത വരി. തങ്ങളെ ഭരിക്കേണ്ടതിന് രാജാവിനെ തരയണമെന്ന് അവർ പറഞ്ഞ കാര്യം ശമൂവേലിന് അനിഷ്ടമായി, ശമൂവേലിന് സഹിക്കാൻ പറ്റാതായി. അടുത്ത വരി. ശമൂവേൽ യഹോവയോട് പ്രാർത്ഥിച്ചു. യഹോവ ശമൂവേലിനോട് അരുളി ചെയ്തതെന്നാൽ, ജനം നിന്നോട് പറയുന്ന സകലത്തിലും അവരുടെ അപേക്ഷ കേൾക്കാം. അവർ നിന്നെയല്ല മക്കളെ, ഞാൻ അവരെ ഭരിക്കാതെ വണ്ണം. കണ്ടോ, ഞാൻ അവരെ. ഇന്ന് അനേകർ അങ്ങനെയാണ്. ദൈവം ഭരിക്കാതെ അവരെ തന്നെ ലോകത്തിന്. അതാ ദൈവം ഭരിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പം ഒരു കാര്യം, ഒരു ഉദാഹരണം. ദൈവം ഭരിക്കുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ വായിക്കുമ്പോൾ ദൈവവചനത്തിലൂടെ നമ്മളെ കുറവ് ഉണർത്തിയിട്ട് നമ്മളോട് പറയും, താന്നിരുന്ന് അതിൽ നിന്ന് ജയം പ്രാപിക്കാൻ പറയും. 1. 2, നമ്മൾ ആലയത്തിൽ വരുന്ന വചനം കേട്ടോണ്ടിരിക്കുമ്പോൾ ഈ വചനത്തിലൂടെ നമ്മളോട് കുറവ് ഉണർത്തിക്കും. അപ്പോൾ ആ ആലോചനയുടെ മുമ്പിൽ തെറിപ്പിക്കാതെ കീഴ്പ്പെട്ടിരുന്ന് എൻ്റെ കാര്യമാണ് ദൈവം പറയുന്നത് എന്ന് പറഞ്ഞ് ആ വചനത്തിൻ്റെ മുമ്പിൽ എന്ത് ചെയ്യണം? ഞാൻ മുട്ടും മടക്കി വീണ് കിടന്ന് അതെൻ്റെ അകത്ത് വരാൻ ഞാൻ വീഴണം. 3, എന്നെ നേരിട്ടോ അല്ലാതെയോ മൊബൈലിലൂടെയോ കാണുമ്പോഴോ ചില കാര്യങ്ങൾ എന്നോട് നേരിട്ട് നമ്മളെ നടത്തുന്ന എന്നെയും നിങ്ങളെ നടത്തുന്ന ദൈവ വേലക്കാർ, ശാലിനി നിനക്ക് ഇന്ന കുഴപ്പമുണ്ട്, അല്ലെങ്കിൽ ഇന്നതാണ് നേരെ റൂട്ട്, നീ ഈ ചെയ്യുന്ന ശരിയല്ല എന്ന് കണ്ടോ. 3 കാര്യം പറഞ്ഞു വന്ന കണ്ടോ. ശരി അല്ല എന്ന് സ്വത്രം ഉണർത്തിക്കുമ്പോൾ ശരിയല്ല എന്ന് അവർ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചായിരിക്കും ഉണർത്തിക്കുമ്പോൾ അതിനെ പൊട്ടിച്ച് തകർത്ത് തരിപ്പണമാക്കാതെ എവിടെ വീഴണം? ദൈവത്തിൻ്റെ മുൻപിൽ, ഈ ആലോചന മുൻപിൽ വീണില്ലെങ്കിൽ സംഭവിക്കുന്നത് വേറെ ഒന്നുമില്ല. നമുക്ക് അപ്പോഴത്തേക്ക് ദുഃഖം തോന്നും. നമുക്ക് അപ്പോഴത്തെ എന്ത് തോന്നും? ദൈവാലോചന കേൾക്കുമ്പോൾ അപ്പോൾ എന്ത് തോന്നും? പറ. ഇപ്പോൾ ഉദാഹരണം, കർത്താവ് നമ്മളോട് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ ആ സമയത്ത് നമുക്ക് വേദന തോന്നിയിട്ട് പറയും, അവർ എന്നോടുള്ള ഇഷ്ടക്കുറവ് കൊണ്ട് എന്തെങ്കിലും കൊണ്ട് അവരെ ഉള്ളിൽ കിടന്നത് പറഞ്ഞെന്നേ വിചാരിക്കുള്ളൂ. പക്ഷേ അല്ല. ഇവിടെ ശമൂവേൽ സങ്കടപ്പെടാൻ കാര്യം അല്ല, അവരുദ്ദേശിക്കുന്ന ഒരു സങ്കടമല്ല ഇയാൾക്ക്. ദൈവഹിതപ്രകാരം പോകണം എന്നുള്ളൊരു ആലോചന ശമൂവേലിനുണ്ടായിരുന്നു. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലാകുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ശമൂവേലിന് അതായിരുന്നു ഇഷ്ടം. പക്ഷേ അടുത്ത വാക്യം വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നു, എൻ്റെ ദൈവം പറയുകയാണ്, മോനെ, നിന്നെ അല്ല അവർ നിരസിക്കുന്നത്. സ്തോത്രം, നീ എൻ്റെ ആലോചന കേട്ട് അവരോട് പറയുമ്പോൾ, ശമൂവേലേ, നീ എൻ്റെ ആലോചന കേട്ട് അവരോട് പറഞ്ഞു കൊടുക്കുമ്പോൾ അവരതിനെ മൊത്തത്തിൽ തകർത്ത് തരിപ്പണമാക്കി താഴെ ഇട്ട് ചാവിട്ടി അതിനെ അടിയിലാക്കി നീ പോകുമ്പോൾ നീ പേടിക്കണ്ട മക്കളെ. നീ സൈലന്റ് ആയിട്ട്, നീ സങ്കടപ്പെടാതെ. അവർ നിന്നെ അല്ല, എന്നെയാണ്. നിന്നെ അല്ല, അവർ നിന്നെ അല്ല. നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലയോ? കാര്യം പിടികെട്ട്. 1, നമ്മൾ വീട്ടിലിരുന്ന് നേരിട്ട് ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ നമ്മളോട് ദൈവം ചില ആലോചനകൾ തരും. 2, നമ്മൾ ആലയത്തിൽ വരുമ്പോൾ വചനത്തിലൂടെ ചില കാര്യങ്ങൾ എന്നോട് ഉണർത്തിക്കും, നിങ്ങളോട് ഉണർത്തിക്കും. ഇപ്പൊ പ്രസംഗിക്കുന്ന ശാലിനി സിസ്റ്ററിന് എവിടെ നിന്ന് ആലോചന കിട്ടുമെന്ന് ചോദിക്കും. നിങ്ങൾ ചോദിക്കും, സിസ്റ്ററിന് എവിടെ നിന്ന് ആലോചന കിട്ടും? ഞാൻ പറയാം, സ്തോത്ര ഹല്ലേലൂയ, ഞാൻ ഈ പ്രസംഗിക്കുന്ന വചനം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗം വായിക്കുമ്പോൾ അവിടെ എനിക്ക് കിട്ടും. അത് പോയിട്ട് ആത്മാവ് എന്നോട് ഓരോ സെക്കൻഡ് ഇടവിട്ട് എനിക്ക് വെളിപ്പെടുത്തി
തരും. തീർന്നില്ല, ഇവിടെ പ്രസംഗിക്കുമ്പോൾ എനിക്കുള്ള ദൂത് എന്നോട് ആത്മാവ് സംസാരിച്ചുകൊണ്ട് എൻ്റെത് വേർതിരിച്ച് എടുത്ത് എനിക്ക് തരും, ഇട്ട് തരും, നിന്റെ ആണെന്ന് പറഞ്ഞു തരും. ദൈവത്തിന് സ്വത്രം. തീർന്നില്ല, മൂന്നാമത് കർത്താവിൻ്റെ ആലോചന കേൾക്കാൻ എന്നെ എവിടോട്ട് ആക്കുമോ അവിടേക്ക് ഞാൻ നോക്കും, കേൾക്കും, അത് മനസ്സിലാക്കും, വീഴും. നിങ്ങൾക്ക് മനസ്സിലായോ? അല്ലെങ്കിൽ ശാലിനിക്ക് നിൽക്കാൻ പറ്റത്തില്ല, ശാലിനിയുടെ ആലോചനയിലൊന്നും നിൽക്കാൻ പറ്റത്തില്ല, ദൈവത്തിൻ്റെ ആലോചനയിൽ മാത്രമേ നിൽക്കാൻ പറ്റൂ. അതുപോലെ ഇവിടെ നമ്മൾ ഒന്ന് ദൈവവചനം വായിക്കുമ്പോൾ കൂടെ ഉണർത്തും. രണ്ട്, നമ്മൾ ഇന്ന് രാവിലെ മുതൽ കേട്ട പ്രസംഗത്തിനകത്ത് ഞാൻ വിചാരിക്കുന്നു ഒന്നെങ്കിലും ഒരാളിനുള്ളതായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. ഏതെങ്കിലും ഒന്നെങ്കിലും എനിക്കുള്ളത് അതിനകത്ത് ഉണ്ടോ ഇല്ലേ? നിങ്ങൾക്കുള്ളത് അതിനകത്ത് ഒരുപാട് കാര്യം ഉച്ചവരെ വന്നതില്ലേ, ഏതെങ്കിലും ഒന്നെങ്കിലും ഇതിനകത്തിരിക്കുന്ന ഓരോരുത്തർക്കും കിട്ടി. ഏതെങ്കിലും ഒന്നെങ്കിലും കാണാതിരിക്കും. കാരണം അപ്പത്തെ വിതറിക്കൊടുക്കുന്നതും വിളമ്പുന്നതും വിശപ്പുള്ളവനാണ്. ആ വിശപ്പ് എന്തിൻ്റെ വിശപ്പാണെന്ന്, കുടിക്കാനുള്ള വിശപ്പാണോ, കാപ്പിക്കുള്ള വിശപ്പാണോ, ചോറിനുള്ള വിശപ്പാണോ, എന്തിൻ്റെ വിശപ്പെന്ന് ദൈവത്തിനറിയാം. അതിൻ്റെത് അവർക്ക് എന്ത് ചെയ്യും? കൊടുക്കും, അവരെ തൊടും. അതുകൊണ്ട് ദൈവം അത് ഇടപെട്ടുകൊണ്ടിരിക്കും. ദൈവത്തിന് സ്വത്രം. അങ്ങനെ നമ്മൾ അത് കേൾക്കുമ്പോൾ കീഴടങ്ങണം. മൂന്നാമത്, നമ്മളോട് നേരിട്ടോ മൊബൈലിലൂടെയോ സ്വത്രം നമ്മളോട് സംസാരിക്കുന്നത്, നമ്മളെ നടത്തുന്ന, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, നമുക്ക് വേണ്ടി രാത്രിയും പകലും സമയം നോക്കിയിരിക്കുന്ന സ്വത്രം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരാൾ, നമുക്ക് വേണ്ടി വേറെ ലാഭം നോക്കാതെ, പൈസ നോക്കാതെ, സാഹചര്യം നോക്കാതെ, അവരുടെ ആരോഗ്യം നോക്കാതെ, അവരുടെ കഴിവ് നോക്കാതെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരാൾ എന്നോട് നിങ്ങളോടൊരു ആലോചന പറഞ്ഞാൽ അതിൻ്റെ മുമ്പിൽ എന്ത് ചെയ്യണം? പറ, എന്ത് ചെയ്യണം? കൊടുക്കണം. മടക്കിയില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ആരുടെ മുമ്പിൽ നിന്നാണ് മാറിയത്? പറ. ദൈവത്തിന് മുമ്പിൽ നിന്ന് മാറി. സ്വത്രം. കുഴപ്പം വരും. എന്ത് വരും? ഇവിടെ ഇതാണ് സംഭവിച്ചത്. ദൈവം പറഞ്ഞു, ദൈവം അവരെ ഹൃദയം കണ്ടു. ദൈവം പറഞ്ഞു, നീ പറഞ്ഞവർ കേൾക്കൂല, നീ പറഞ്ഞാൽ ഇവര് കേൾക്കൂല. ദൈവത്തിന് സ്വത്രം. നീ പറഞ്ഞെന്ന് പറഞ്ഞത് ഇവർ കേൾക്കൂല. ദൈവത്തിന് അവരെ ഹൃദയം അറിയാം, കേൾക്കൂലെന്നറിയാം. അതുകൊണ്ട് ദൈവം പറഞ്ഞു, നീ എന്ത് ചെയ്യണം? അവർ പറയുന്നത് നീ കേൾക്കാൻ പറഞ്ഞു. വായിച്ചേ. വചനം അകത്തിറങ്ങണം, വിടുവിക്കപ്പെടണം, അങ്ങോട്ട് പോ, കൃപയും പ്രാപിക്കണം, വചനം അകത്തിറങ്ങണം, കെട്ടുപൊട്ടണം, കുറവുകൾ ഉണരണം, അതിൽ നിന്ന് രക്ഷപ്പെട്ടോളണം. വായിച്ചേ. ജനം നിന്നോട് പറയുന്ന സകലത്തിലും അവരുടെ അപേക്ഷ കേൾക്ക. അവർ നിന്നെയല്ല, ഞാൻ ഭരിക്കാതെ വണ്ണം എന്നെയാകുന്നു ത്യജിച്ചിരിക്കുന്നത്. ഞാൻ അവരെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ച നാൾ മുതൽ ഇന്നു വരെ അവർ എന്നെ ഉപേക്ഷിച്ചും അന്യദൈവങ്ങളെ സേവിച്ചും കൊണ്ട് എന്നോട് ചെയ്തതുപോലെ നിന്നോടും ചെയ്യുന്നു. നിന്നോടും അവർ ചെയ്യും. പണ്ട് എന്നോടും ഇങ്ങനെ ചെയ്തു. ഇന്ന് ഇപ്പൊ നീ പറയുന്ന ആലോചന അവർ കേട്ടെങ്കിലും, ഇന്ന് അവർ അന്യദൈവത്തിന്റെ മുമ്പിൽ പോയില്ലെങ്കിൽ പോലും, ഇന്ന് നിന്റെ വാക്ക് കേട്ടുകൊണ്ടാണ് ഇതുവരെ വന്നെങ്കിൽ പോലും, പണ്ട് എന്നെ സങ്കടപ്പെടുത്തിയവരാണ് ഇവര്. കുറച്ച് ദിവസം നിന്റെ വാക്ക് കേട്ട് സത്യവചനമൊക്കെ കേട്ട് നിൽക്കും. പിന്നെ അവർ കഴിഞ്ഞ് സ്വയങ്ങൾ പൊങ്ങും. നമ്മൾ തന്നെ എന്തോ ആയി തോന്നുമ്പോൾ പിശാച് ഭരിക്കുമ്പം പിന്നെ ഈ ആലോചന മുമ്പിൽ കീഴ്പ്പെടത്തില്ല. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടാതിരിക്കാൻ വേണ്ടി തെറ്റും. അങ്ങനെ ജനം വിളിച്ചു, കരഞ്ഞു, നിലവിളിച്ചു. സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, നീ എന്ത് ചെയ്യണം? അവരുടെ വാക്ക് കേൾക്കാൻ പറഞ്ഞപ്പോൾ ആര് രാജാവാക്കി? പറ, ആരെ രാജാവാക്കി? ശൗലിനെ ഒന്നാമത്തെ രാജാവാക്കി. അടുത്ത രാജാവാര്? ദാവീദ് രാജാവായി. അടുത്ത രാജാവാര്? ശലോമോൻ രാജാവായി ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാജ്യം, അത് കഴിയുമ്പോൾ മക്കളിലൂടെ വന്നപ്പോൾ രാജ്യം എന്തായി? രാജ്യം പിളർന്നു. രാജ്യം എന്ത് ചെയ്തു? പിളർന്നു. സ്വത്രം. രണ്ട് രാജ്യം രണ്ടായി അല്ലേ? 19 വിധം രാജാക്കന്മാർ ഭരിച്ചു. ദൈവത്തിന് സ്വത്രം. 19 വന്നു 38 പേര് ഭരിച്ചു. ശൗല്, ദാവീദ്, ശലോമോൻ ചേർന്ന് 41 രാജാക്കന്മാർ ഭരിച്ചു. ദൈവത്തിന് സ്വത്രം. 411 വർഷം ഇസ്രായേലിനെ ഭരിച്ച് മുടിച്ച് തകർത്ത് സ്വത്രം. ഈ രാജാക്കന്മാർക്കൊന്നും ദൈവകൃപയിൽ നല്ല അവർ ചെയ്തത്. പലരും ദൈവത്തിൻ്റെ കൃപയില്ലാതെ ചെയ്ത് ഭരിച്ച് മുടിച്ച് തകർന്ന് തരിപ്പണമാക്കി അതിനെ നശിപ്പിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ദൈവത്തിൻ്റെ സ്വത്രം. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം, സിദെക്കിയാവ്
യഹോയാക്കീം ഇവരെയൊക്കെ നോക്കുമ്പോൾ അറിയാം, രാജ്യത്തിൽ നിന്നുകൊണ്ട് അവര് ദൈവത്തിന്റെ യഥാർത്ഥ വചനത്തിന് വേണ്ടി നിൽക്കേണ്ട സ്ഥാനത്ത് അവിടെ എല്ലാം നമ്മൾ വചനം വായിച്ചു പോകുമ്പോൾ നമുക്കറിയാം. സ്തോത്രം, പഴയ നിയമം വായിക്കുമ്പോൾ ഇതിനകത്തെല്ലാം ഈ കാര്യങ്ങളുണ്ട്. ദൈവത്തിന് സ്തോത്രം. വായിച്ചു പോകുമ്പോൾ ദൈവത്തിന്റെ ഹിതപ്രകാരം ചെയ്ത ഒരുപാട് കുറച്ച് പേരുണ്ട്, ചുരുക്കം ചിലരുണ്ട്. എന്നാൽ ദൈവഹിതമല്ലാതെ ചെയ്തു വരും രുടെ കാലഘട്ടത്തിൽ അവരുടെ കൈയും കാലും കുത്തി പൊട്ടിച്ച് അല്ലെങ്കിൽ തകർത്ത് തരിപ്പണമാക്കി ഭരിക്കുമ്പോൾ ഇവരെ ബാബിലോണിലേക്ക് എന്ത് ചെയ്തു? അടിമകളാക്കി കൊണ്ടുവന്നു. ഈ അടിമകളാക്കി കൊണ്ടുവരുമ്പോൾ 4600 പേരെയാണ് അടിമകളാക്കി കൊണ്ടുപോയത്. ഈ 4600 പേരിൽ ഒരാൾ ആരായിരുന്നു? പറ, ഒരാൾ ആര്? ദാനിയേൽ. ഞാൻ പറഞ്ഞു വന്ന മനസ്സിലായോ? റൂട്ട് മനസ്സിലായോ? ഹല്ലേലൂയ. അങ്ങനെ അടിമയായി കൊണ്ടുവന്നതാണ് ആരെ? ദാനിയേലിനെ. അപ്പോൾ അവിടെ നിന്ന് ഇവിടെ കൊണ്ടുവന്നെങ്കിലും, ഈ കൊട്ടാരത്തിനകത്ത് കൊണ്ടുവന്നെങ്കിലും, ആ അടിമ നുഖത്തിനകത്താണെങ്കിലും പ്രമാണം അവിടെ നിന്ന് വന്നിട്ടും തെറിച്ചില്ല. നിങ്ങൾക്ക് മനസ്സിലായി? ഇത് പറയാനാണ് ഇതെല്ലാം പറഞ്ഞു വന്നത്. അവിടെ നിന്ന് കൊണ്ടുവന്നു, അവിടെ നിന്ന് കെട്ടപ്പെട്ടവനായി കൊണ്ടുവന്നിട്ടും ദാനിയേലിൻ്റെ അകത്തുള്ള പ്രമാണം എന്ത് ചെയ്തില്ല? അവിടെ നിന്ന് കൊണ്ടുവന്ന് അടിമത്തത്തിൽ കൊണ്ടുവന്നിട്ടിരിക്കുകയാണ്. എവിടെ കൊണ്ടുവന്നു? ഈ ബാബിലോണിലേക്ക് കൊണ്ടുവന്ന് അവിടെ അടിമ നുഖത്തിനകത്ത് ആരെ ഇട്ടു? പറ, ആരെ ഇട്ടു? ദൈവത്തിൻ്റെ സ്വതന്ത്രം ദാനിയേലിനെ ഇട്ടു. പക്ഷെ ഇട്ടെങ്കിലും അവിടെയും ദാനിയേലിനെ തകർക്കാൻ ഒരു ശക്തിക്കും കഴിഞ്ഞില്ല, കൈവിട്ടില്ല. ഒരുപാട് പേർ കർത്താവിനെ വിട്ടു മാറുമ്പോൾ ഞാൻ പറയാം, സ്വത്രം വിട്ടുമാറിയില്ല. കാരണം ദൈവത്തിന് സ്വത്രം, ഇവർക്ക് ആരാധനയില്ലായിരുന്നു. ഇവർക്ക് ആരാധനയില്ല. ജനം ദൈവത്തിൽ നിന്ന് അകന്നുപോയി. പല രാജാക്കന്മാരും രാജ്യങ്ങളും ഭരിച്ചപ്പോൾ അവരുടെ ആരാധന ദിവസം ശനിയാഴ്ച ദിവസമായിരുന്നു. എന്നാൽ കഴിഞ്ഞ ആ കാലഘട്ടം അങ്ങോട്ട് ശമൂവേൽ പ്രവാചകന്റെ കാലഘട്ടം കഴിഞ്ഞ് ഇങ്ങോട്ടുള്ള ശലോമോന്റെ കാലഘട്ടം കഴിഞ്ഞ് ഇങ്ങോട്ട് നോക്കുമ്പോൾ ആലയങ്ങളിൽ എന്തില്ല? ആരാധനകളില്ല. ദൈവത്തിന് സ്തോത്രം. 411 വർഷത്തിൽ 25,000 ശനിയാഴ്ച ദിവസങ്ങളുണ്ട്. ഇതിൽ ആചരിക്കപ്പെട്ട ശബത്തുകൾ കുറവാണ്. ഹല്ലേലൂയ. ഹിസ്കിയാവിന്റെ കാലത്തുള്ള കുറച്ച് ഗുണമുള്ള രാജാക്കന്മാർ ഭരിച്ച കാലഘട്ടം ഒഴികെ മറ്റാരുടെയും കാലഘട്ടത്തിൽ ശബത്ത് ആചരിച്ചിട്ടില്ല. 25,000 ദിവസങ്ങൾ സ്തോത്രം ദൈവത്തെ ആരാധിക്കാതെ കടംപെട്ട് കിടക്കുകയായിരുന്നു. എത്ര ദിവസം? 25,000 ശനി ദിവസം. ശനിയാണ് അവർ ശബത്ത് ആഘോഷിക്കുന്നത്, ആരാധിക്കുന്നത്. അന്ന് എല്ലാവരും ആരാധനയ്ക്ക് വേണ്ടി മുഴുവൻ സമയം വേർതിരിക്കുമായിരുന്നു ശബത്ത്. പക്ഷേ ഇവിടെ ശലോമോന്റെ ആലയം കഴിഞ്ഞ് അങ്ങോട്ട് പോയി ഭരണം മാറി പോകുമ്പോൾ, രാജ്യം അങ്ങോട്ട് പിളർന്നു പോകുമ്പോൾ, തനിക്ക് തന്നെ ഇഷ്ടപ്പെട്ട ജീവിതത്തിലേക്ക് പോകുമ്പോൾ ഒന്നാമത് ഇവരുടെ പ്രാർത്ഥന, ഇവരെ പള്ളി ആരാധന, ഇവർ ദൈവമായിട്ടുള്ള ബന്ധം, ഇവരെ കൂട്ടായ്മകളെല്ലാം തകർന്ന് തരിപ്പണമായി. കൂട്ടായ്മയില്ല. ഇവർ കൂട്ടായ്മ ആചരിക്കേണ്ട സമയം ഇവർ കൂട്ടായ്മ ആചരിക്കാതെ സ്വത്രം പരസ്പരം ദൈവത്തിന് ഹിതമല്ലാത്തതെല്ലാം ചെയ്തു. ദൈവത്തിന് സ്വത്രം. അപ്പോൾ കൂട്ടായ്മ 25,000 ദിവസം അല്ലെങ്കിൽ ശനി ദിവസം ഉണ്ടെങ്കിൽ അതിൽ വെറും 2000 ശനിയാഴ്ച മാത്രമാണ് ഇവർ ആരാധിച്ചത്. 23,000 ശനിയാഴ്ച. അന്നത്തെ ശബത്ത് അവർ ശനിയാഴ്ചയാണ്. ഞാൻ പറഞ്ഞു, യഹൂദന്മാർ ഇന്ന് ശബത്ത് എന്ന് പറയുന്ന ശനിയാണ്. അവർക്ക് ശനിയാഴ്ച ദിവസമാണ് അവിടെ ആരാധന. അങ്ങനെ 23,000 ദിവസം ശനി ദിവസം ആർക്ക് കടമായി? ദൈവത്തിന് ആരാധിക്കാതെ ഇവർ കടപ്പെട്ടു. എത്ര? അങ്ങനെ കടപ്പെട്ടവർ ആര് പിടിച്ചുകൊണ്ട് പോയി? ദൈവ ആരാധന നമ്മളിൽ നിന്ന് വിട്ടുപോകുമ്പോൾ ചിലതെല്ലാം കെട്ടപ്പെടും. ആമേൻ. ഇവരെ പിടിച്ചുകൊണ്ട് പോയി. ഇവർക്ക് ഭയങ്കര ഒരു ആനന്ദം വന്നു, സങ്കടം വന്നു, ദുഃഖം വന്നു, പ്രതികൂലം വന്നു, പ്രശ്നം വന്നു. ഒരു പ്രത്യേക സമയമായപ്പോൾ ഇവർക്ക് ആഗ്രഹമുണ്ട്, നമുക്ക് ഇറങ്ങണം, ഇവിടെ നിറങ്ങണം എന്ന് പറഞ്ഞ ആഗ്രഹമുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കൂട്ടം പേർ ചേർന്ന് സ്തോത്രം കിന്നരമെടുത്ത് വായിക്കാൻ വേണ്ടി അവരങ്ങോട്ട് സ്തോത്രം കമ്പിയൊക്കെ മുറുക്കി എല്ലാം ശരിയാക്കി സ്തോത്രം ഒരു പാട്ട് പാടാൻ, യഹോവയുടെ ഗീതം പാടണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവരെല്ലാവരും എഴുന്നേറ്റ് ഒരു പാട്ട് പാടാൻ തുടങ്ങിയപ്പോൾ ഉടനെ ഇവരെല്ലാവരും കൂടെ പറഞ്ഞു, ഇല്ല, ഇവിടെ പാടാൻ പറ്റത്തില്ല. പറഞ്ഞതും ഇവരുടെ കിന്നരങ്ങളെല്ലാം എവിടെ കെട്ടിത്തൂക്കി? പറ. എന്തിൽ കെട്ടിത്തൂക്കി? അലരി വൃക്ഷത്തില് ആരാധിക്കാൻ വിട്ടില്ല. ഇവിടെ ആരാധിക്കാൻ കിട്ടിയ സമയത്ത് എന്ത് ചെയ്തില്ല? ആരാധിച്ചില്ല. ആരാധിക്കാൻ കിട്ടിയ സമയം ആരാധിക്കാതെ ആ സമയം എല്ലാം തള്ളിക്കളഞ്ഞിട്ട് സ്തോത്രം കർത്താവിൻ്റെ മുമ്പിൽ അതെല്ലാം കണക്കായിരുന്നു. ദൈവത്തിൻ്റെ മുമ്പിലല്ല ഇവർക്ക് ആരാധിക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ 23,000 ദിവസം എന്ത് ചെയ്തില്ല? സഭാരാധനയ്ക്ക് പോയില്ല, ആരാധിച്ചില്ല. കെട്ടപ്പെട്ട് കൊണ്ടുപോകാനുള്ള കാരണം ആരാധിച്ചില്ല, ദൈവമായിട്ടുള്ള ബന്ധം വിട്ടു. ഇവരെ കൊണ്ടുപോയപ്പോൾ ഒരു പ്രത്യേക സമയം വന്നപ്പോൾ കണ്ണീരും ദുഃഖവും ഭാരവും വേദനയും വന്നപ്പോൾ ഞങ്ങൾക്ക് ആരാധിക്കണമെന്ന് അങ്ങോട്ട് കിന്നരമൊക്കെ എടുത്ത് വായിക്കാൻ തുടങ്ങിയപ്പോൾ ഉണ്ട്, ഇവിടെ യേശു നല്ലവനെന്നും പാടണ്ട, യഹോവ നല്ലവനെന്നും പാടണ്ട, ഒന്നും പാടണ്ട, നിർത്തണ പാട്ടെന്ന് പറഞ്ഞു. തുടങ്ങി വായിൽ യഹോവ എന്നെടുത്തതേ ഉള്ളൂ, പാട്ട് നിർത്താൻ പറഞ്ഞു. ജനം ഒരുമിച്ചിളകി, ബാബിലോണിലുള്ളവർ ഒരുമിച്ചിളകി.
സ്തോത്രം. ഇവരെന്ത് ചെയ്തു? ഈ അലരി വൃക്ഷത്തിൽ ഇവരുടെ കിന്നരങ്ങളെല്ലാം എന്ത് ചെയ്തു? കെട്ടി അങ്ങോട്ട് തൂക്കി. സ്തോത്രം. ഇന്നിതുപോലെയാണ്. നമുക്ക് പ്രാർത്ഥിക്കാൻ അവസരമുണ്ട്, ആരാധിക്കാൻ അവസരമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ദൈവത്തിന് മഹത്വം. ഞാൻ പറയട്ടെ, ഇന്ന് നമുക്ക് അവസരം ഇഷ്ടം പോലെ ഉണ്ട്, പ്രാർത്ഥിക്കാൻ അവസരമുണ്ട്. പള്ളിയിലുള്ള എല്ലാ ആരാധനകളുണ്ട്, സൂം മീറ്റിംഗും ഉണ്ട്, നമുക്ക് എന്തെല്ലാം ആരാധനകളുണ്ട്. പക്ഷേ നമ്മൾ ഈ അവസരങ്ങളെല്ലാം പാഴാക്കുകയാണ്. അവരവസരം പാഴാക്കി. പിന്നത്തേതിൽ അവർ ആരാധിക്കാൻ നോക്കിയിട്ട് എന്ത് പറ്റിയില്ല? ആരാധിക്കാൻ പറ്റിയില്ല. സ്തോത്രം. ചിലരൊക്കെ ആരോഗ്യമുള്ളപ്പോൾ, പണമുള്ളപ്പോൾ, സമ്പത്തുള്ളപ്പം, വീടും വസ്തുവും പ്രാർത്ഥിക്കുന്നത് കാര്യങ്ങളെല്ലാം കിട്ടിക്കഴിയുമ്പോൾ ചിലരെന്ത് ചെയ്യത്തില്ല? ആരാധിക്കത്തില്ല, സ്തോത്രം പറയത്തില്ല, സ്തുതിക്കത്തില്ല. അങ്ങനെ ലാവിഷായിട്ട് പോകും. ചെന്നാൽ ചില സമയം പ്രശ്നം വരുമ്പോൾ ഇവരെന്ത് ചെയ്യും? നിലവിളിക്കാൻ തുടങ്ങും. അയ്യോ എനിക്ക് പ്രാർത്ഥന വേണം, അയ്യോ അയ്യോ അയ്യോ. ദൈവത്തിൻ്റെ മുമ്പിൽ ചെന്ന് വീണ് കിടക്കും. ദൈവമേ എന്നെ തൊടണേ, 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 എന്നെ തൊടണേ എന്ന് സ്തോത്രം ദൈവത്തിൻ്റെ മുമ്പിൽ എന്ത് ചെയ്യും? വീണ് കിടക്കും. എന്നാൽ ഇവിടെ ഇതാ സ്തോത്രം, ഇവരെ കിന്നരങ്ങളെല്ലാം സ്തോത്രം മരത്തിൽ തൂക്കിയിട്ട് ഇവരുടെ പ്രാർത്ഥിക്കാൻ പറ്റാതായി ഇവർ തകർന്നു കിടക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറയട്ടെ, ഇന്ന് ഇതിനകത്ത് ഇരിക്കുന്ന സഹോദര സഹോദരി, എനിക്കും നിനക്കും ദൈവം തരുന്ന അവസരങ്ങളൊന്നും പാഴാക്കി കളയല്ലേ. അത് പിന്നെ തിരിച്ചു കിട്ടുന്നതല്ല. ഇതിനെല്ലാം കണക്കുണ്ട്. ഒരു ഭക്തന്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എപ്പോഴൊക്കെയാണ്? എപ്പോഴും ആ ഭക്തന് സമയം തന്നെ ആൾക്കാരെ കാണിക്കാനല്ല. ദാനിയേൽ ചെയ്തതൊന്നും ആൾക്കാരെ കാണിക്കാനായിരുന്നില്ല. പ്രമാണം നഷ്ടപ്പെടുത്തിയില്ല. ദൈവത്തെ ആരാധിക്കണം എന്നുള്ള പ്രമാണം ദാനിയേൽ നഷ്ടപ്പെടുത്തിയില്ല. അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് ഇവിടെ വരുമ്പോഴും പ്രമാണത്തെ സൂക്ഷിച്ച ഒരു മനുഷ്യനായിരുന്നു. ആര്? ദാനിയേൽ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് മഹത്വം. നമ്മൾ രക്ഷിക്കപ്പെട്ട ഓരോ മക്കളും ഒരു തീ കഷ്ണങ്ങളാണ്. രക്ഷിക്കപ്പെട്ട ഓരോരുത്തർ ആരാണ്? ഞാൻ നിങ്ങൾ തീ കഷ്ണങ്ങളാണ്. ഓരോ തീ കഷ്ണങ്ങളാണ്. ചിലപ്പോൾ ചാരം മൂടി കിടക്കുന്നതായിരിക്കും. ഒന്ന് ഈ ആരാധനയ്ക്കൊക്കെ തൂതി എടുത്തിട്ട് ആ തീ കഷ്ണം വെളിയിലെടുത്താൽ ഇന്ന് അനേകർക്കൊരു വിടുതലായ ഒരു തീ കഷ്ണമാക്കി ദൈവം നമ്മളെ പുറത്തെടുക്കാൻ വിശ്വസ്തനാണ്. എത്രർക്ക് മനസ്സിലാവുന്നുണ്ട്? ഒന്ന് പുറത്തു വന്നാൽ കർത്താവേ, അതെ അപ്പച്ച, അതെ ഹല്ലേലൂയ. ഒന്ന് പുറത്തു വന്നാൽ ആ കർത്താവ് ഇന്നും നമ്മളെ വീണ്ടെടുക്കുവാൻ, വിടുവിക്കുവാൻ വിശ്വസ്തനാണ്. ഇന്നും കർത്താവ് കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല, മാറ്റിവിടുകയില്ല. സഹായിക്കാൻ, സ്തോത്രം നടത്തുവാൻ, പരിപാലിക്കുവാൻ എന്താ പറ്റിയേ? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എൻ്റെ മൊബൈലിൽ കോൾ വന്നു. ഇനി ശബ്ദം പുറത്ത് വരുന്നോന്നറിയാം. അപ്പം നിങ്ങളൊക്കെ ഇങ്ങനെ നോക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചു, വല്ല പ്രശ്നം വല്ലതും ഉണ്ടോ, ഓളിയും കൂടിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതാണ് ഞാൻ ടക്കർ ചോദിച്ചത്. കോളും വരുന്നു, ഇനി എന്തെങ്കിലും ആണോ എന്ന് അറിയാനും പാടില്ല. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയരെ, ദൈവത്തിന് മഹത്വം. ദൈവത്തിന് സ്തോത്രം. മൈക്ക് താത്ത് പിടിക്കാൻ മെസ്സേജ് വന്ന്. ദൈവത്തിന് ഭയങ്കര ഒച്ചയുണ്ടാ? ദൈവത്തിന് സ്തോത്രം. പുറത്ത് ഭയങ്കര ഒച്ചയുണ്ടാ? റീന സിസ്റ്റർ, പുറത്ത് ഭയങ്കര ഒച്ചയാണോ? ഇല്ല. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയരെ, ഞാൻ പറഞ്ഞു വന്ന വേറൊന്നുമല്ല. നമ്മൾ എൻ്റെ അപ്പൻ്റെ സന്നിധിയിൽ സ്തോത്രം ജീവിക്കുമ്പോൾ ആ പ്രമാണം, നമ്മുടെ ആ ദൈവത്തിൻ്റെ പ്രമാണം ഒന്നാമത് സൂക്ഷിക്കണം. ദാനിയേലിനെ പിടിച്ചുകൊണ്ട് പോയിട്ടും അവനെ ഇവിടെ കൊണ്ടുവന്നിട്ടും അവൻ പ്രമാണം സൂക്ഷിച്ചു. ഇവിടെ കൊണ്ടുവന്നപ്പോൾ ഈ പ്രമാണത്തെ വിട്ടുമാറ്റിക്കാൻ വേണ്ടി അവൻ മദ്യം അവൻ്റെ മുൻപിൽ വന്നു. രാജകീയ ഭോജനം വന്നു. അവൻ പറഞ്ഞു, ഇല്ല, എൻ്റെ ഹൃദയത്തിനകത്തൊരു പ്രമാണമുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ഞാൻ പറഞ്ഞു വന്ന വരി എങ്ങനെയെന്ന്? ദാനിയേൽ പറഞ്ഞു, ഇല്ല, ഇനി ഏത് ഭോജനം എൻ്റെ മുമ്പിൽ കൊണ്ടുവച്ചാലും പിടിച്ചുകൊണ്ട് പോകാൻ മെയിൻ കാരണം എന്താ? പ്രാർത്ഥന പോയി. നമ്മുടെ പ്രാർത്ഥന പോകുമ്പോൾ പിടിച്ചുകൊണ്ട് പോകും. വിശുദ്ധി പോകും, കൃപ പോകും, അധികാരം പോകും, അഭിഷേകം പോകും, ദൈവശക്തി പോകും. പ്രാർത്ഥിക്കുന്നവൻ സെക്കൻഡ് ബൈ സെക്കൻഡായി കൃപ പ്രാപിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. സ്തോത്രം. ഇവിടെ പ്രമാണം സൂക്ഷിച്ചു. നമ്മൾ എന്തിനാണ് ഇതിനു വേണ്ടി ഇറങ്ങി? പിതാക്കന്മാരോട് ചോദിച്ചാൽ പറയും. ഹല്ലേലൂയ. ഞങ്ങൾ കൊട്ടാരം പോലത്തെ പള്ളി വിട്ട് ഇറങ്ങിയത്. പിതാക്കന്മാരോട് ചോദിച്ചാൽ പറയും, കൊട്ടാരമോ പോലത്തെ ഉള്ള പള്ളികൾ വിട്ട് ഞങ്ങൾ ഇറങ്ങിയത് എന്തിനെന്നറിയാമോ? ഞങ്ങൾ ഇറങ്ങി ചില ഷെട്ടുകൾക്കകത്ത് കയറിപ്പോയി പ്രാർത്ഥിക്കാനും പാടാനും. ഞങ്ങൾ സ്തോത്രം ശോഭ പോലത്തെ കസേര വിട്ട് താഴെ പായിട്ടിരുന്നും കസേരയിട്ടിരുന്നും ആരാധിക്കാൻ ഞങ്ങൾ ഷെട്ടിനകത്ത് പകുതി വെള്ളം നനയാതെ കിടക്കുന്ന ഷെട്ടിനകത്ത് പോയി, മണ്ണുള്ള സ്ഥലത്ത് പോയി. എന്തിനാ? അവിടെ ഇരുന്ന് എൻ്റെ ദൈവത്തിൻ്റെ പ്രമാണം കാത്താരാധിക്കാനാണ്. ഈ വലിയ കൊട്ടാരം പോലത്തെ പള്ളികളും പാരമ്പര്യ ചർച്ചുകളും മതം സ്ഥാപിക്കുന്ന സഭകൾ വിട്ട്, സത്യവചനമല്ലാത്ത സഭകൾ വിട്ട് ഞങ്ങൾ
ഇറങ്ങിയത് വേറെ ഒന്നിനുമല്ല, ദൈവത്തിന്റെ പ്രമാണം സൂക്ഷിക്കാൻ. ഇന്ന് ഇതിനകത്ത് പ്രമാണം സൂക്ഷിച്ച ദാനിയേലിനെ ഉത്കൃഷ്ട മാനസനായി ദൈവം കണ്ടു. അവൻ സ്വത്രം പ്രമാണം സൂക്ഷിച്ചു. ലോകത്തിന്റെ പ്രശസ്തി അല്ല, ലോകത്തിന്റെ ആ പദവി അല്ല, കഴിവല്ല, ജ്ഞാനമല്ല ദാനിയേൽ നോക്കിയത് ദൈവത്തിന്റെ ഹിതങ്ങളായിരുന്നു. ഒന്ന്, ദാനിയേൽ പ്രമാണം സൂക്ഷിച്ചു. പ്രമാണം സൂക്ഷിച്ചത് കൊണ്ടാണ് അവിടെ രാജകീയ ഭോജനം കൊണ്ട് തന്നെ അശുദ്ധമാക്കയില്ലെന്ന് എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ ആര് ചിന്തിച്ചു ഉറപ്പിച്ചു? അതുകൊണ്ടാണ് സങ്കീർത്തനം 119:11 വാക്യം വായിക്കുമ്പോൾ അതിനകത്തിരിക്കുന്നു, ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനങ്ങളെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് വെക്കുന്നു. ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് സ്തോത്രം. എൻ്റെ കർത്താവ് വായിച്ച സങ്കീർത്തനം 119 അതിന്റെ 11 വാക്യം വായിച്ചേ. ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. നിന്റെ വചനത്തെ ഹൃദയത്തിൽ കണ്ടോ, ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. ഒന്നുകൂടെ വായിച്ചേ. ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ. എന്തിനെ പാപം ചെയ്യാതിരിക്കണം? എന്ത് വരണം? എൻ്റെ അപ്പൻ്റെ വചനം. അപ്പോൾ വചനം വായിക്കണം, പ്രാർത്ഥിക്കെല്ലാം വേണം. കണ്ടോ, ഹല്ലേലൂയ. ഒരു പക്ഷിക്ക് പറക്കണമെങ്കിൽ 2 ചിറക് വേണം. ഒറ്റ ചിറകുണ്ടെങ്കിൽ 1 ചിറക് വെച്ച് എത്ര പൊങ്ങും? നിങ്ങൾ പറ. ഹല്ലേലൂയ. കഴിയത്തില്ല. അർത്ഥം പ്രാർത്ഥനയും വേണം, പിന്നെ എന്ത് വേണം? വചനം വേണം. വായിക്കാൻ അറിഞ്ഞുകൂടെങ്കിൽ ധ്യാനിക്കെങ്കിലും, കേൾക്കുന്ന വചനം ധ്യാനിക്കെങ്കിലും വേണം. ധ്യാനിക്കുമ്പോഴും യാഗത്തിൽ തീ കത്തും, യാഗപീഠത്തിൽ എന്ത് ചെയ്യും? ധ്യാനത്തിങ്കിൽ തീ കത്തും, ദൈവശക്തി ഇറങ്ങും. ഹല്ലേലൂയ. ഒന്ന്, സ്വത്രം പ്രമാണം സൂക്ഷിക്കണം. ഹൃദയത്തിനകത്ത് വചനം സൂക്ഷിക്കണം. വചനം അകത്തിറങ്ങണം. ആ വചനം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ ഞാൻ നിങ്ങൾ എന്ത് ചെയ്യല്? ഒരിക്കലും മാറല്ല. എവിടെയൊക്കെ കൊണ്ടുപോയാലും സ്വത്രം ഇവരെയൊക്കെ തകർത്ത് ഒതുക്കിയാണ് പിടിച്ചോണ്ട് പോയത്. ഈ പിടിച്ചോണ്ട് പോയവരുടെ കൂട്ടത്തിൽ ആരൊക്കെ ഉണ്ട്? ദാനിയേലും ഉണ്ട്. പിടിച്ചോണ്ട് പോയ എല്ലാവരും മിടുക്കന്മാരായിരുന്നു. മിടുക്കന്മാരെ മാത്രം പിടിച്ചോണ്ട് പോയി. പ്രാർത്ഥിക്കുന്നവരെല്ലാം അങ്ങോട്ടും അവിടെ ചെന്ന് കുറേ എണ്ണത്തിനെങ്കിലും പിന്മാറ്റിക്കാൻ എല്ലാത്തിനെയും കൂടെ തൂക്കിക്കൊണ്ട് അതിലൊരുത്തനാണ് ആര്? ദേവനെ തകർക്കാൻ പറ്റിയോ? ഈ ദാനിയേൽ ദൈവത്തിന്റെ പ്രമാണം സൂക്ഷിച്ചു. ഇന്ന് ഇതിനകത്ത് എത്രവർക്ക് പറയണം ആഗ്രഹമുണ്ട്. അപ്പച്ച, അങ്ങയുടെ വചനം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയാതെ എൻ്റെ അപ്പൻ്റെ പ്രമാണം എനിക്ക് ഒന്നാമതിരിക്കണം, എൻ്റെ ഹൃദയത്തിനകത്തിരിക്കണം, എൻ്റെ അപ്പച്ചൻ നിറഞ്ഞിരിക്കണം. എൻ്റെ അപ്പൻ്റെ ഇഷ്ടമല്ലാത്ത ഒന്നും എനിക്ക് വേണ്ട. ആ പ്രമാണം വിട്ടുള്ള ആരാധന, പ്രമാണം വിട്ടുള്ള ജീവിതം, പ്രമാണം വിട്ടുള്ള ഒന്നും എനിക്ക് വേണ്ട. എൻ്റെ ദൈവത്തിൻ്റെ മുന്നിൽ ഞാൻ ഇരിക്കുമ്പോൾ എൻ്റെ മുഴുവൻ വിഷയവും ദൈവം കാണുന്നുണ്ട്. ദൈവം തന്നാലും തന്നില്ലെങ്കിലും താമസിച്ചാലും എൻ്റെ അപ്പ എന്തൊക്കെ വന്നാലും എനിക്കെൻ്റെ യേശു മതി. ഈ പ്രമാണം വിട്ട്, സത്യവചനം വിട്ട്, സത്യ ഉപദേശം വിട്ട് അപ്പ എനിക്ക് വേറെ ഒന്നുമില്ല. ഹല്ലേലൂയ. ഇതാ ഞാൻ പ്രമാണത്തിനായി എൻ്റെ ഹൃദയത്തെ തരുന്നു. എൻ്റെ ഹൃദയത്തിനകത്ത് പ്രമാണം ഇരിക്കട്ടെ, പുറത്തല്ല. ഹൃദയത്തിൻ്റെ അകത്ത് പ്രമാണം. ദാനിയേൽ ഉത്കൃഷ്ട മാനസനാകാൻ ഒന്നാമത്തെ കാരണം അയാളുടെ ഹൃദയത്തിനകത്തായിരുന്നു പ്രമാണം. അയാളുടെ ഹൃദയത്തിനകത്ത് പ്രമാണം സൂക്ഷിച്ചത് കൊണ്ട് എവിടെയൊക്കെ പിടിച്ചോണ്ട് പോയാലും അവിടെ ഒന്നും പിശാചിന് തൊടാൻ കഴിഞ്ഞില്ല. അവിടെ ഒന്നും പാപം ചെയ്യിക്കാൻ കഴിഞ്ഞില്ല. അവിടെ ഒന്നും തകർത്ത് കളയാൻ കഴിഞ്ഞില്ല. അവിടെ ഒന്നും ഉടച്ചു കളയാൻ കഴിഞ്ഞില്ല. അവിടെയല്ല ദാനിയേൽ വിശ്വസ്തനായി എൻ്റെ അപ്പൻ്റെ മുമ്പിൽ പാപം ചെയ്യാതെ, അശുദ്ധി ജീവിതത്തിൽ വരാതെ, കണ്ണുകളിൽ അശുദ്ധി വരാതെ, കാതുകളിൽ അശുദ്ധി വരാതെ, ഹൃദയത്തിനകത്ത് അശുദ്ധി വരാതെ, ജീവിതത്തിനകത്ത് അശുദ്ധി വരാതെ, സംസാരത്തിനകത്ത് അശുദ്ധി വരാതെ, യാത്രയിൽ അശുദ്ധി വരാതെ, ഒരിടത്തും അശുദ്ധി വരാതെ ദാനിയേലിനെ തന്നെ ദൈവത്തിന്റെ പ്രമാണത്തിന് വിട്ടുകൊടുത്തു. ഇന്നെത്ര പേര് പറയാപ്പാ, ആ പ്രമാണത്തിന് വേണ്ടി നിൽക്കാൻ ഞാനുണ്ട്, ആ പ്രമാണത്തിന് വേണ്ടി നിൽക്കാൻ ഞാനുണ്ട്, ആ വചനത്തിന് വേണ്ടി നിൽക്കാൻ ഞാനുണ്ട്. എൻ്റെ അപ്പ വേറെ ഒന്നിനുമല്ല, വചനത്തിന് വേണ്ടി നിൽക്കാൻ ഞാനുണ്ട്. പറഞ്ഞേ, ക്രിസ്തുവിന് വേണ്ടി നിൽക്കാൻ ആരുണ്ട്? പാളയത്തിൽ നിന്നുകൊണ്ട് മോശ വിളിച്ച് ചോദിച്ചുല്ലേ, ഹല്ലേലൂയ, ആ യഹോവേ എൻ്റെ പക്ഷത്ത് നിൽക്കാൻ ആരുണ്ട്? യഹോവയുടെ പക്ഷത്തുള്ളവൻ മാറി നിൽക്കട്ടെ. ലേവി വേറെ ആരും പ്രതീക്ഷിച്ച് ആരും വന്നില്ല. ലേവി പ്രമാണത്തിന് വേണ്ടി നിൽക്കാൻ ഇറങ്ങി പുറപ്പെട്ടു. ഇന്ന് ഇതിനകത്ത് എത്ര പേരുണ്ട് പ്രമാണത്തിന് വേണ്ടി നിൽക്കാൻ, വചനത്തിന് വേണ്ടി നിൽക്കാൻ? എന്തൊക്കെ ആരൊക്കെ പറഞ്ഞോളട്ടെ, പൊട്ടനെന്ന് പറയട്ടെ, പൊട്ടിയെന്ന് പറയട്ടെ, കുഴപ്പമെന്ന് പറയട്ടെ, പ്രശ്നമെന്ന് പറയട്ടെ, ആരോ എന്തോ പറയട്ടെ, കുഴപ്പമില്ല. എനിക്ക് ആ പ്രമാണത്തിന് വേണ്ടി നിൽക്കണം, ആ വചനത്തിന് വേണ്ടി നിൽക്കണം. സത്യം വിട്ട് തെറ്റാതെ
എനിക്ക് ആ സത്യത്തിനായിട്ട് നിൽക്കണം. യേശുവേ, ഇതാ ഞാൻ എന്നെ തരുന്നു. എൻ്റെ അപ്പൻ്റെ അഭിഷേകം എൻ്റെ മേൽ പകരണം. അപ്പ ഈ തലമുറയിൽ പ്രമാണത്തിന് വേണ്ടി നിൽക്കാൻ തക്കതായ ഒരധികാരം എനിക്ക് ആര് പറയും? പ്രമാണത്തിന് വേണ്ടി, വചനത്തിന് വേണ്ടി, സത്യ ഉപദേശത്തിന് വേണ്ടി, സത്യവചനത്തിന് വേണ്ടി കർത്താവ് ഞാൻ പ്രസംഗിക്കുന്ന ഒന്നാണ്, ജീവിക്കുന്നത് ഒന്നാണ്. വേണ്ട വേണ്ട വേണ്ട, ജീവിതം തന്നെ പ്രസംഗമാകാം, പ്രസംഗം തന്നെ ജീവിതമാകാം. യേശുവേ, മറ്റുള്ളവരെ ഞാൻ ഉപദേശിക്കും, പക്ഷെ എൻ്റെ ജീവിതത്തിനകത്ത് അതൊന്നുമില്ല. അപ്പാ, അതൊന്നുമില്ല. യേശുവേ, എൻ്റെ ഉപദേശം ജീവിതമായി മാറട്ടെ. എൻ്റെ ദൈവത്തിൻ്റെ വചനമായിരിക്കട്ടെ എൻ്റെ ഉപദേശം, അതെൻ്റെ ജീവിതമായി മാറട്ടെ. അത് ഞാൻ ഉപദേശിക്കട്ടെ. അപ്പ പ്രമാണത്തിന് വേണ്ടി ഞാൻ എന്നെ വിടുന്നു. അപ്പ പ്രമാണത്തിന് വേണ്ടി, മനുഷ്യനെ കാണിക്കാനല്ല. എൻ്റെ ദൈവം പ്രസാദിക്കാം. ആരൊക്കെ ഹൃദയം കൊണ്ട് പ്രമാണിക്കും, ഹൃദയത്തിനകത്ത് അപ്പനെ ഏറ്റെടുക്കും. ആരൊക്കെ ഹൃദയം കൊണ്ട് അപ്പനെ കൊണ്ടു കിടക്കുക. ഓ റപ്പലധര സഖവാന റൂഢാപാര അറിവാലാധാര റത്തൽക്കരാധര ശകത്തരകരഗജരന്തരാധര പറ 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 പറ. ഹൃദയം കൊണ്ട് 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 ഹൃദയത്തിനകത്തിൻ്റെ ദൈവത്തെ വെക്കാം. ആ പ്രമാണത്തിന് വേണ്ടി, ആ പ്രമാണത്തിന് വേണ്ടി, യേശുവിൻ്റെ പ്രമാണത്തിന് വേണ്ടി, യേശുവിൻ്റെ പ്രമാണത്തിന് വേണ്ടി, ദൈവത്തിൻ്റെ പ്രമാണത്തിന് വേണ്ടി, ദൈവത്തിൻ്റെ പ്രമാണത്തിന് വേണ്ടി കർത്താവ് പ്രമാണം വിട്ട് എനിക്ക് പോണ്ട, പ്രമാണം വിട്ട് എനിക്ക് പോണ്ട, പ്രമാണം വിട്ട് എനിക്ക് പോണ്ട, പ്രമാണം വിട്ട് എനിക്ക് പോണ്ട, പ്രമാണം വിട്ട് എനിക്ക് പോണ്ട. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾ കൊടങ്ങാവള കൺവെൻഷൻ വെച്ചപ്പോൾ അവിടെ ഒരുപാട് സ്തോത്രം ചർച്ചുകൾ, പെന്തക്കോസ്ത് ചർച്ചുകളൊക്കെ ഉണ്ട്. അതിലൊരു ചർച്ചാണ് TPM ചർച്ച്, പെന്തക്കോസ്ത് മിഷൻ. സ്തോത്രം, ഹല്ലേലൂയ. ആ ചർച്ചിലുള്ള ആരാധന നടത്തുന്ന ദൈവദാസന്മാരും, അവിടെ ഒരുപാട് പേര് ദൈവദാസന്മാരുണ്ട്, ദൈവദാസിമാരുണ്ട്. അവരാരും കല്യാണം കഴിക്കത്തില്ല. ദൈവത്തിന് സ്തോത്രം. അവർ വേർപെട്ട് ആരാധിക്കുന്ന എപ്പോഴും വെള്ള ഡ്രസ്സായിരിക്കും. ഇവിടം വരെ കാണും, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇവിടം വരെ കാണും. ഇവിടെ ഇതല്ല, അത് സാൽവേഷൻ ആർമി, അതല്ല. ഇവിടെ ഒരു സാധനം അതല്ല, അല്ലാതെ മൊത്തത്തിൽ വെള്ളയായിരിക്കും. ദൈവത്തിൻ്റെ സ്തോത്രം. പാസ്റ്റർമാരും അങ്ങനെ തന്നെയാണ്. ഹല്ലേലൂയ. അവിടെ പോകുന്ന, പള്ളിയിൽ പോകുന്ന ജനത്തിനെ കർത്താവിൻ്റെ യഥാർത്ഥ വചനം അവർ കൊടുത്തിട്ട് വേറെ ഒരാരാധനയ്ക്കകത്തും പോകാൻ അവരെ വിടത്തില്ല. എന്താ കാര്യം? പറ, എന്താ കാര്യം? അവർക്ക് പേര് കിട്ടാനാണോ? പിന്നെ എന്താ? വചനത്തിൽ നിന്ന് വീണ് ലോകത്തിൻ്റെ ഇതിലേക്ക് പോകും എന്നുള്ള ഒരു ചിന്ത അവരെ, പക്ഷെ അതിനകത്ത് കിട്ടുന്ന മുഴുവൻ വചനം കൊടുക്കും. ഈ വചനത്തിൽ നിന്ന് പൊയ്പോകുമെന്ന് പറഞ്ഞ് ഈ പള്ളിയിൽ നിന്ന് ആരെങ്കിലും പോയെന്നറിഞ്ഞ് ആ പാസ്റ്റർ നന്നായിട്ട് കൊടുക്കും. നന്നായിട്ട് കൊടുക്കും. അത് പാസ്റ്ററിൻ്റെ അസൂയ കൊണ്ടല്ല. പാസ്റ്റർ ഇവർ രക്ഷപ്പെട്ടു പോകുമെന്നല്ല, ഇവർ നഷ്ടപ്പെടുമെന്ന് ചിന്തിച്ചിട്ടാണ് പാസ്റ്റർ എന്ത് ചെയ്യുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി? അപ്പോൾ ഞങ്ങളവിടെ കൺവെൻഷൻ വെച്ചപ്പോൾ TPMലുള്ള ഒരുപാട് വരുമെന്ന് പറഞ്ഞ് വന്നില്ല. അപ്പോൾ ഒരാൾ മാത്രമാണ് ആ കൊടങ്ങാവള കൺവെൻഷൻ, അല്ലാതെ ബാക്കിയുള്ള ഒരുപാട് ആൾക്കാർ വന്നു. എങ്കിലും ആ TPM ഞാൻ പറഞ്ഞു, TPM ചർച്ചിനെ ആരെയൊന്നും പിടിക്കേണ്ട, പെന്തക്കോസ്തുകാരല്ല നമ്മൾ പിടിക്കേണ്ടത്. യേശുവിനെ അറിഞ്ഞിടാത്തവരാണ് പിടിക്കേണ്ടത്, അവരാണ് കേൾക്കേണ്ടത്. ദൈവത്തിൻ്റെ യഥാർത്ഥ വചനം അറിയാമെന്നുള്ളവർക്ക് അറിയാമെന്നെങ്കിലും പറയാമല്ലോ. സ്തോത്രം എന്ന് ഞാൻ വന്നിട്ട് പറഞ്ഞു, TPMകാരെ പിടിച്ചാൽ കിട്ടാത്ത കാര്യമുണ്ട്. അവർ ദൈവവചനം കൊടുത്തിട്ട് അവർ ക്രിസ്തുവിൻ്റെ വചനത്തിൽ ഉറപ്പിക്കും. ഈ കന്നാലികളെ പോലെ എല്ലായിടം കിടന്ന് അലയാൻ വിടില്ല. കാരണം സ്വർഗത്തിലെത്തൂല അവസാനം. അല്ല, വേറൊന്നും കൊണ്ടല്ല. ഞാനിവിടെ പറയുമ്പോൾ ചിലരുടെ ചിന്ത, ഇവർ രക്ഷപ്പെട്ടു പോകും, ഇവർ നന്മ പ്രാപിക്കും, ഇവർ അനുഗ്രഹിക്കപ്പെടും, എല്ലായിടം പോയ എന്താ കുഴപ്പം, എല്ലായിടം പോയി ആരാഴ്ച എന്താ കുഴപ്പം എന്നൊക്കെ ചോദിക്കും. ഇത് ഒരു ദിവസം സ്വർഗത്തിൽ ചെല്ലുമ്പോൾ കർത്താവ് പറയും, ശാലിനി ചങ്ക് പൊട്ടി, സ്തോത്രം, രക്തം വരും വരെ അലറി വിളിച്ചത് ശാലിനിക്ക് നിങ്ങളുടെ ആരുടെയും പൈസ വാങ്ങാനായിരുന്നില്ല, സ്വർഗം ആർക്കും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയായിരുന്നു. സ്തോത്രം. ഇത് പറഞ്ഞത് എല്ലാ സഭകൾക്കകത്തും, എല്ലാ ആരാധനയ്ക്കകത്തും ഉപദേശം ഇല്ല, വചനം ഇല്ല, സത്യ യാഥാർത്ഥ്യമില്ല, ഈ പ്രമാണം ഇല്ല, ഈ പ്രമാണം ഇല്ല, ഈ പ്രമാണമേ ഇല്ല, പ്രമാണമേ ഇല്ല. സ്തോത്രം. നമുക്കറിയാം, ഇന്ന് നമ്മൾ രാജാക്കന്മാരുടെ പുസ്തകത്തിനകത്ത് നമ്മളെ ദൈവം പഠിപ്പിച്ച ഒരുപാട് വചനങ്ങളുണ്ട്. എന്തോന്നാ വചനം? ഏലിയാവിൻ്റെ കൃപ കൊണ്ട് നമുക്ക് പറ്റത്തില്ല, എലീശയ്ക്ക് അപ്പോഴും പറ്റത്തില്ലായിരുന്നു, അതുകൊണ്ടാണ് ഇരട്ടി പ്രാപിച്ചത്. അതുകൊണ്ട് നമ്മൾ ഇന്ന് പ്രാപിക്കേണ്ടത് ഏലിയാവിൻ്റെ പുതപ്പല്ല, ഏലിയാവിൻ്റെ ശക്തിയല്ല, സത്യസുവിശേഷത്തിൻ്റെ അഭിഷേകം പ്രാപിച്ചു. പക്ഷെ നിങ്ങൾ ഇന്ന് ഓൺലൈനിലും യൂട്യൂബിലും നിങ്ങളും സ്തോത്രം TV-യിൽ കാണുന്നവരാണെങ്കിൽ കയറി നോക്കിക്കേ, അതിനകത്തുള്ള മുഴുവൻ മെസ്സേജും ഏതാണ്ട് 95% മെസ്സേജും ഏലിയാവിൻ്റെ പുതപ്പാണ്. ഞാൻ കുറ്റപ്പെടുത്തുകയല്ല, ഞാൻ ആ ദൈവവേലക്കാരെ തള്ളിപ്പറയുകയല്ല, അത് മോശമെന്ന് പറയുകയില്ല. ഞാൻ പറയുന്നത് ഈ സത്യവചനത്തെ യഥാർത്ഥമായിട്ട് ഗ്രഹിച്ച് കർത്താവിൻ്റെ വചനപ്രകാരം പോകുമ്പോൾ അന്ന് എവിടെയെല്ലാം കൊണ്ട് എന്നെ നിങ്ങളെ എത്തിക്കണമോ അത് എത്തിക്കുന്നത് ആരാണ്? ദൈവമാണ്. എൻ്റെ ഒരു ചിന്തയേ ഉള്ളൂ, സത്യവചനം. അവരുടെ അടുത്തൊരു കൺവെൻഷൻ നടക്കുന്നു, തൊട്ടടുത്തൊരു കൺവെൻഷൻ നടക്കുന്നു. നമ്മുടെ പള്ളിയിൽ ചിലത്
അപ്പുറത്ത് കമലാകുളം ജംഗ്ഷനിൽ ഒരു കൺവെൻഷൻ ഉണ്ടായിരുന്നു. അവരൊക്കെ എണീറ്റ് പോയി ഇവിടുന്ന്. ദൈവത്തിന് സ്വത്രം. അങ്ങോട്ടുള്ള ഏരിയയിലുള്ള ഇവിടെ വരുന്ന ആരൊക്കെ പോയി. ഞാനൊരു പ്രാർത്ഥിക്കാൻ പോയപ്പോൾ അവർ പറഞ്ഞു, സിസ്റ്റർ എവിടെ കൺവെൻഷൻ നടക്കുക. ഞാൻ പോയി. ഞാൻ ഒന്നും പറഞ്ഞില്ല, ഒന്നും വേണ്ടിയില്ല. സ്വത്രം കൺവെൻഷന് പോയെന്ന് പറഞ്ഞു ഞാൻ എനിക്ക് എന്ത് പറയാൻ, ഒന്നും പറയാൻ എനിക്കില്ല. ഒറ്റ മനുഷ്യനും ദൈവവചനം വിട്ട് സത്യവചനം വിട്ട് പോയി പോകരുതെന്ന് മാത്രമേ എൻ്റെ ഹൃദയത്തിനകത്ത് ആഗ്രഹമുള്ളൂ. അല്ലാതെ ഞാൻ സ്വത്രം മറ്റൊരു ദൈവവേലക്കാരെ ദുഷിക്കുകയോ മറ്റൊരു ദൈവ ആലയത്തെ ദുഷിക്കുകയോ ചെയ്യുന്ന ഒരാളല്ല. ദൈവത്തിന് സ്വത്രം. സത്യവചനം വിട്ട് ലോകത്തിൻ്റെ ഇന്ന് വല്ലാത്ത ഒരു ലോകമാണ്. നിങ്ങൾ സ്വത്രം സത്യവചനത്തിൻ്റെ കൂടെ കള്ളനോട്ട് പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. മനുഷ്യന് ദൈവങ്ങളെ ഒരു ചാനൽ ഇങ്ങനെയാണ് സ്വത്രം, ഞാനാകുന്നു ക്രിസ്തു എന്നൊരു ചാനൽ. ഒരു പയ്യൻ, ഒരു ചെറുപ്പക്കാരൻ പയ്യൻ, അവൻ തന്നെ ആ ചാനലിൽ പേരിട്ട് ഞാനാണ് ക്രിസ്തു, നീ വാ ഞാൻ സുവിശേഷം തരാം, ഞാനാണ് ക്രിസ്തു എന്ന് പറഞ്ഞിരിക്കുക. അപ്പോൾ ദൈവത്തിന് സ്വത്രം. ഞാൻ തന്നെ ഇങ്ങനെ നോക്കിയപ്പോൾ ഞാനാകുന്നു ക്രിസ്തു. ഹല്ലേലൂയ. എനിക്ക് അതിശയിച്ചു. ഒരു പയ്യൻ, ഒരു 10, 25, 27 വയസ്സ് വരും, 28. എൻ്റെ മോൻ്റെ പ്രായമൊക്കെ വരുമായിരിക്കും. ദൈവത്തിന് സ്വത്രം. ഒരുപാട് കാണുന്നു ഞാനാണ് ക്രിസ്തു എന്നുള്ളത്. ഒരുപാട് അതുവഴി കാണുന്നുണ്ട്. അപ്പോൾ ഇന്ന് എന്തൊക്കെ പ്രചരിക്കുന്നു എന്നും ഏതൊക്കെ പ്രചരിക്കുന്നു എന്നും എനിക്കറിയത്തില്ല. ദൈവത്തിന് സ്വത്രം. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. ഇത് കേൾക്കുമ്പോൾ ഒരു കൂട്ടം പേർ താഴെ സ്തോത്രം ഇടുന്നുണ്ട്, അയ്യോ ഇത് ഡെവിളിൻ്റെ ഇതാണ്, നിങ്ങളിത് കാണല്ലേ, നിങ്ങളിതിൻ്റെ അടുത്ത് പോവരുതേ, നിങ്ങളിത് കേൾക്കരുതേ എന്ന് ജ്ഞാനമുള്ള ആത്മാവുള്ളവർ ചിലരൊക്കെ എഴുതി വിടുന്നുണ്ട്. ചിലത് മെസ്സേജ് ഇടുന്നുണ്ട്, നിങ്ങളിത് കേൾക്കരുത്, നിങ്ങളിത് കാണല്ലേ, നിങ്ങൾ തെറ്റിച്ച് കളയും. ഈ ഉപദേശം ബൈബിളിലുള്ളതല്ല, സത്യവചനത്തിൻ്റെതല്ല, ആത്മാവിൻ്റെതല്ല. ഇത് ജനത്തെ കൊണ്ടുവരാനും ജനത്തെ കയ്യിലെടുക്കാൻ വേണ്ടിയുള്ള ശുശ്രൂഷയാണ്. കാരണം ഇത് അന്ത്യനാഴിക. വൃദ്ധന്മാരെ പോലും തെറ്റിക്കുന്ന നാഴിക. ദൈവവചനത്തിൽ ഉറച്ചു നിൽക്കുന്നവരെ പോലും വലിച്ച് പറിച്ച് മാറ്റിക്കൊണ്ട് പോകുന്ന കാലഘട്ടമാണ് ഇന്നത്തെ കാലഘട്ടം. അതുകൊണ്ട് ഒറ്റ ആട് ചിതറിപ്പോകാതിരിക്കാൻ സ്തോത്രം, നല്ല ഇടയനാകുന്ന യേശു ക്രിസ്തു ഈ ഭൂമിയിൽ നല്ല ഇടയന്മാരുടെ കയ്യിൽ കൊടുത്തിരിക്കുന്ന ആടുകളെ കുറിച്ച് ആ ഇടയന്മാർക്ക് എപ്പോഴും ഒരു വിചാരം കാണും. അവർ പോകുമ്പോൾ ഒന്ന് തെറ്റിപ്പോകുമോ, സ്വർഗം നഷ്ടപ്പെടുമോ എന്നതായിരിക്കും അവരുടെ സമ്പത്തോ അവരുടെ വേറെ ഒന്നും അല്ല ഈ ഇടയൻ്റെ ലക്ഷ്യം. ഇടയൻ സ്തോത്രം പൂർണ്ണതയുള്ളൊരു മണവാട്ടിയാക്കി ആ പൈതലിനെ കന്യകയായി വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട പൈതലിനെ ക്രിസ്തുവിൻ്റെ വചനത്തിലൂടെ ആ തികവിലേക്ക് നിറവിലേക്ക് എത്തിച്ച് സ്വർഗത്തിൽ എത്തിക്കുമ്പോൾ ആ ഇടയൻ്റെ ശുശ്രൂഷ പൂർത്തീകരിച്ചു. ധന്യമായി. ആ ധന്യ നിമിഷമാണ് ഒരു ഇടയൻ്റെ ശുശ്രൂഷ. ഇതിൻ്റെ അകത്ത് വലിപ്പച്ചെറുപ്പവും ഭാവവ്യത്യാസങ്ങളോ ഒന്നും ഇടയ ശുശ്രൂഷയ്ക്കകത്തില്ല. ദൈവത്തിന് സ്വത്രം. ഹല്ലേലൂയ. അങ്ങനെ ഒരു ഹൃദയത്തിനകത്തൊരു ആവേശവും ചിന്തയും എൻ്റെ അകത്തുള്ളത് കൊണ്ടാണ് സ്വത്രം ഞാൻ ഇങ്ങനെ പറയുന്നത്. അലഞ്ഞ് നടക്കല്ല്. നിങ്ങൾ സത്യവചനം കിട്ടുന്നെങ്കിൽ ആ ദൈവവചനത്തിൻ്റെ മുമ്പിൽ എന്ത് ചെയ്യണം? കീഴടങ്ങണം. അങ്ങനെ ഞാനൊരു വീട്ടിൽ പോകുമ്പോൾ അവരെന്നോട് പറഞ്ഞു, സിസ്റ്റർ ഇവിടെ കൺവെൻഷൻ ഉണ്ടായിരുന്നു. ഞാൻ പോയി. സ്വത്രം. ഞാനൊന്നും വേണ്ടിയില്ല, ഞാൻ ചിരിച്ചു. ശരി എന്ന് പറഞ്ഞു. അവരെന്നോട് പറഞ്ഞു സ്വത്രം. അപ്പം ഞാൻ ചോദിച്ചു, എല്ലാവരും പോയോ? പോയി, ഞങ്ങളെല്ലാവരും പോയി. പക്ഷേ ഞങ്ങൾക്ക് ആ വചനം കേട്ടപ്പോൾ, അവിടെയുള്ള സിനിമാറ്റിക് ഡാൻസ് പോലത്തെ നൃത്തം കണ്ടപ്പോൾ, അവിടുത്തെ ലൈറ്റ് അറേഞ്ച്മെന്റ് കണ്ടപ്പോൾ, അവിടുത്തെ മേക്കപ്പ് കണ്ടപ്പോൾ, സ്തോത്രം, വന്ന പാസ്റ്റർ ഇന്ന ആളായിരുന്നു. മറന്നു ഞാൻ പാസ്റ്റർ, പെന്തക്കോസ്തിലെ പാസ്റ്റർ. ദൈവത്തിന് സ്തോത്രം. നല്ലൊരു ദൈവകൃപയുള്ളൊരു ദൈവദാസൻ അവിടെ വന്ന്. പക്ഷേ സ്തോത്രം, ആ ദൈവദാസൻ ചോദിച്ചു വന്ന്, സ്റ്റേജിൽ കയറി ചോദിച്ചു വന്ന്, ഈ ആൾക്കാർക്കെല്ലാം ലിപ്റ്റിക്കും മേക്കപ്പൊക്കെ ഇട്ട് ഡാൻസ് കളിക്കുക സ്റ്റേജിൽ, നല്ല വേഷാദികൾ നല്ല രീതിയിലുള്ള കളർഫുള്ളാക്കി ആൾക്കാരെ നിർത്തി പാടുന്നതിനനുസരിച്ച് ഡാൻസ് കളിക്കാൻ ഇത്ര ഒരുക്കി വിട്ട് ആരാന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞെന്ന് ദൈവത്തിന് സ്തോത്രം, അത് ഞങ്ങളുടെ പാസ്റ്റർ അമ്മയാണ്. ദൈവത്തിന് സ്തോത്രം. പാസ്റ്റർ അമ്മയെ സ്റ്റേജിൽ വിളിച്ച് ചോദിച്ചു, നിങ്ങളാണോ ഒരുക്കി എന്ന് ചോദിച്ചു. അപ്പോൾ ഇത്രയാണ് എന്നോട് പറഞ്ഞു. അവിടെ നിന്ന് കിട്ടിയ സുവിശേഷം ഇത്രയാണെന്ന് പറഞ്ഞാൽ ഒന്നും മിണ്ടിയില്ല. എന്നിട്ട് പറഞ്ഞു, രണ്ടാമത്തെ ദിവസം സിസ്റ്ററെ ഞങ്ങൾ പോയില്ല. ഞാൻ അവിടെയും ഒന്നും മിണ്ടിയില്ല. കാരണം എനിക്ക് മനസ്സിലായി അവർക്ക് ദൈവവചനത്തിൻ്റെ യഥാർത്ഥ സത്യമല്ലെന്ന് അവരവിടെ പോയപ്പോൾ ഗ്രഹിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അവർ പിന്നെ പോയില്ല. കാരണം സത്യവചനം നമുക്ക് വാട്ടവും ചുളുക്കയില്ലാതെ ഒരു മണവാട്ടേക്ക് സ്വർഗത്തിലെത്തിക്കുന്ന വചനം കിട്ടുന്ന അതിൻ്റെ അപ്പുറത്തുനിന്ന് വരുന്ന ഒരു ഉപദേശവും ബൈബിളിൽ വെളിയിലുള്ള ഒന്നും ദൈവം അംഗീകരിക്കത്തില്ല. സുവിശേഷത്തിൻ്റെ വെളിയിലുള്ള, തിരുവചനത്തിൻ്റെ വെളിയിലുള്ള ഒറ്റ വാക്യം പോലും സ്വർഗം അംഗീകരിക്കത്തില്ല. ഈ ഒരൊറ്റ വിളിയാണ് ഞാൻ കിടന്ന് എപ്പോഴും പറയുന്നത്. കർത്താവിന് സന്നിധി വിശ്വസ്തതയോടെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന ദൈവവചനം കിട്ടിയ അവിടം വിട്ട് മാറാതെ കർത്താവിൻ്റെ അടുക്കൽ കയറിപ്പോകുമ്പോൾ അവിടെ നിൽക്കുമ്പോൾ എന്തൊക്കെ വേലയ്ക്ക് ദൈവം അയക്കുമോ അതനുസരിച്ച് ആത്മാവ് നിറയ്ക്കുന്നതനുസരിച്ച് ക്രിസ്തു എന്ന തലയോളം വളർന്ന് കർത്താവ് എവിടെ കൂടെയൊക്കെ കൊണ്ടുപോകാൻ ആഗ്രഹമോ ദൈവം
കൊണ്ടുപോകാൻ വിട്ടുകൊടുക്കണം. അവിടെയെല്ലാം ഭൂമിയുടെ അറ്റം വരെ സാക്ഷ്യമാക്കാൻ ദൈവത്തിന് എന്നെക്കുറിച്ച് നിങ്ങളെക്കുറിച്ച് ഉദ്ദേശമുണ്ടെങ്കിൽ ഹല്ലേലൂയ നമ്മളെ ആത്മാവിൽ പുറപ്പെടുവിക്കുക. ഞാൻ പറഞ്ഞില്ലേ, ഓ സ്തോത്ര ഹല്ലേലൂയ. ഇന്നാണ് ഞാൻ ഒരു സഹോദരി പുല്ല് വിൽക്കുന്ന ഒരു സഹോദരിയെ കുറിച്ച് പറഞ്ഞു. ആ സഹോദരിക്ക് ആ രാജ്യത്തിൻ്റെ ഭാഷ അറിഞ്ഞുകൂടാ, അവർക്ക് പാസ്പോർട്ടില്ല, അവർക്ക് വിസ ഇല്ല, അവർക്ക് പൈസ ഇല്ല. പക്ഷെ അവരുടെ അകത്ത് അവർക്ക് ദൈവം കൊടുത്തൊരു അഭിഷേകം ഉണ്ടായിരുന്നു. ആമേൻ. അവരെ ഫ്ലൈറ്റിലല്ല പോയത്, അവർ ട്രെയിനിലല്ല പോയത്, അവർ ആത്മാവെന്ന ഫ്ലൈറ്റിൽ കൊണ്ടുവന്ന് ഭാഷ അറിഞ്ഞുകൂടാത്ത ഏരിയയിൽ കൊണ്ട് നിർത്തി. ഞാൻ പറയാം, എന്നെ നിങ്ങളെയും കൊണ്ട് നിർത്താൻ ദൈവത്തിന് ഇഷ്ടമുണ്ടെങ്കിൽ എൻ്റെ ദൈവം ഇറങ്ങി ചെന്നതുപോലെ ആമേൻ എന്നെയും നിങ്ങളെ ആത്മാവിൽ കൊണ്ടെത്തിക്കുക. ഈ ദൈവം മതിയായവനാണ്. പക്ഷേ കെട്ടുകഥയ്ക്കകത്ത് വീണുപോകല്, സത്യ ഉപദേശം വിട്ടുപോകല്, പ്രമാണം വിട്ട് മാറരുത്. ദാനിയേലിന് പ്രമാണം വിട്ട് മാറിയില്ല. ദാനിയേൽ പ്രമാണം വിട്ട് മാറിയില്ല. ഇതൊക്കെ ഞാൻ പറയുമ്പോൾ ഇതിൻ്റെ അർത്ഥം ഇവിടെ നമ്മൾ പറയുന്ന മാത്രമേ സത്യവചനം ഉള്ളൂ എന്നല്ല അർത്ഥം. പിന്നെയോ ഒരുപാടടുത്ത് സത്യവചനം ഉണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ നമ്മുടെ ആരാധന കഴിഞ്ഞ് അടുത്തൊരു കൺവെൻഷൻ ഉണ്ട്, അവിടെ സത്യവചനമാണ് നിങ്ങൾക്ക് മനസ്സിലായി. നിങ്ങൾ പോകുന്നത് തെറ്റല്ല. പക്ഷേ എല്ലായിടും അലഞ്ഞ് അവിടെ ഇവിടെ തലയിൽ കൈവച്ച് ആവശ്യമില്ലാത്ത ദുരാത്മാക്കളും പ്രാപിച്ച് നമ്മൾ സ്വർഗം നഷ്ടപ്പെടല്. ഇവിടെ ഉള്ള ഒന്നിനു വേണ്ടിയുമല്ല നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നതും ആരാധിക്കുന്നതും. പൂർവ്വ പിതാക്കന്മാരോട് ചോദിച്ചു നോക്ക്, അവർ പറയും കൊട്ടാര സമമാകുന്ന ഞങ്ങളുടെ ആലയങ്ങളെ വിട്ട് ഞങ്ങൾ സ്വത്രം കണ്ണഞ്ചിപ്പിക്കുന്ന ആരാധനകളെ, കണ്ണഞ്ചിപ്പിക്കുന്ന വസ്ത്രങ്ങളെ പുട്ടും വിട്ട് ഞങ്ങൾ പുറത്തിറങ്ങിയത് ഇതൊന്നും കണ്ടിട്ടല്ല. പ്രമാണം സൂക്ഷിക്കാൻ, സത്യവചനമനുസരിച്ച് നിൽക്കാൻ, ജീവിച്ചാലും മരിച്ചാലും യേശുവിനായി ജീവിക്കാൻ, വേർപെട്ട എൻ്റെ അപ്പൻ്റെ യഥാർത്ഥ വചനത്തെ സത്യമായി ഗ്രഹിച്ച് ആരാധിക്കാൻ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഇന്നാൾ ഒരാൾ ഫോൺ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്, ഓ സ്തോത്രം, അവിടെയൊക്കെ അല്ലേ വേറെ പള്ളി പോകാൻ പറ്റാത്ത, ഇവിടെയൊക്കെ എപ്പോഴും വേണം പോകാൻ, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പം എനിക്കൊരു തട്ട് കിട്ടിയോടെ തോന്നി. സ്തോത്രം, എന്തായിരിക്കും അവർ ചിന്തിച്ച് അങ്ങനെ പറഞ്ഞ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ചിന്തിച്ച ഈ ഞാൻ ആദ്യം പറഞ്ഞു വന്ന ഒറ്റ വരിയേ ഉള്ളൂ. ഇത് ഇന്നിവിടെ ആർക്കും വെളിപ്പെടത്തില്ല. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ശാലിനി സിസ്റ്റർ ഉദ്ദേശിച്ചതും പറഞ്ഞതും ചിന്തിച്ചതും വെളിപ്പെടാത്തവർക്ക് കർത്താവ് പാറ്റി കാണിച്ചു കൊടുക്കും. കണ്ടോ, അവളുടെ ഹൃദയത്തിൻ്റെ അകത്ത് നിന്നെക്കുറിച്ചുള്ള ഇഷ്ടവും പ്രാർത്ഥനയും ആഗ്രഹവും സ്വർഗം നിനക്ക് നഷ്ടപ്പെടലെന്നും. നീ മണവാട്ടി പട്ടം വിട്ട് കല്യാണ സത്യക്കിരിക്കുന്ന ഒരു പെൺകുട്ടിയായിട്ട് ഇരുന്നിട്ട് കല്യാണ സത്യ കഴിഞ്ഞ് ഏതെങ്കിലും ഒരു റൂമിൽ പാർക്കാനല്ല ശാലിനി നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചതും ഒരുക്കിയതും നിലവിളിച്ചതും കരഞ്ഞതും പ്രസംഗിച്ചതും. അവളെ നിന്നെ മണവാളനൊത്ത മണവാട്ടിയാക്കി ഇരുത്താൻ വേണ്ടിയായിരുന്നു. പലയിടത്തും നീ തെറ്റിച്ചിതറിപ്പോകുമ്പോഴും അവിടെയെല്ലാം നിന്നെ തിരിച്ച് കൊണ്ടുവരാൻ നിന്നോട് സ്വത്ര ആലോചന പറഞ്ഞത് വേറെ ഒന്നിനും അല്ലായിരുന്നു എന്ന് വെളിപ്പെടുന്ന ഒരു ദിവസം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകും. അപ്പോഴാണ് മനസ്സിലാകുന്നത്, ഇതാ ഇവിടെ ശമൂവേലിന് അങ്ങനെയല്ല മനസ്സിലാക്കി കൊടുത്ത ദൈവം. എന്നാൽ ഈ പ്രമാണം സൂക്ഷിക്കാൻ ദാനിയേലിൻ്റെ തകർക്കാൻ ഒരു ശക്തിക്കും കഴിഞ്ഞില്ല. ദാനിയേൽ പ്രമാണം സൂക്ഷിച്ചു. ഇന്ന് ഇതിനകത്തിരിക്കുന്ന പൈതല് പ്രമാണം സൂക്ഷിക്കാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? എൻ്റെ ദൈവത്തെ ആരാധിക്കാൻ ദൈവം തരുന്ന അവസരങ്ങളും സമയങ്ങളും സാഹചര്യങ്ങളും ഞാൻ വിട്ടുകളയത്തില്ല. എൻ്റെ അപ്പൻ ആരാധിക്കാനും പ്രമാണം സൂക്ഷിക്കാനും വചനം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയാതെ കർത്താവ് കിട്ടാതിരിക്കട്ടെ ഞാൻ എൻ്റെ അപ്പനായി നിൽക്കാം, ഞാൻ ഒരുക്കമെന്ന് പറയാം. സത്യവചനം എൻ്റെ അകത്തിറങ്ങി എന്നെ കർത്താവിനാൽ വളർന്ന്, ഞാൻ നേരത്തെ കേട്ടോല്ല, വെറും പാല് കിട്ടാൻ കിടന്ന് പിടക്കരുത്. പിന്നെയോ കട്ടിയായ വചനത്തിൽ തഴക്കത്തൽ അഭ്യാസം തകയാൻ ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ അകത്ത് ശക്തമായും വ്യക്തമായും ദൈവം പകർന്നാലേ ആ തഴക്കത്തിലേക്ക് എത്താൻ പറ്റൂ. അല്ലാതെ തെക്കോട്ടും വടക്കോട്ടും ഒന്നും നമ്മൾ ആലഞ്ഞിട്ടൊന്നും ഒരു കാര്യവും ഇല്ല. ദൈവത്തിന് സ്വന്തം കർത്താവിൻ്റെ മുമ്പിൽ വിശ്വസ്തയോടെ ഇരിക്കുമ്പോൾ വിശ്വസ്തനാകുന്ന എൻ്റെ ദൈവം അവിടെയൊക്കെ നിറയ്ക്കും. ദാനിയേൽ പ്രമാണം സൂക്ഷിക്കുന്നതിൽ വിശ്വസ്തനായിരുന്നു. അതുകൊണ്ട് ഉത്കൃഷ്ട മാനസനാകാൻ ഒന്നാമത്തെ കാര്യം ദാനിയേൽ വിശ്വസ്തനായിരുന്നു. ഒന്ന്, പ്രമാണം സൂക്ഷിക്കുന്നതിൽ അവൻ മിടുക്കനായിരുന്നു, പ്രമാണം നഷ്ടപ്പെടുത്തിയില്ല. 2, ദാനിയേൽ പുസ്തകം 6-ാം അധ്യായം 4-5 വാക്യം വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നു എന്തുകൊണ്ടാണ് ഉത്കൃഷ്ട മാനസനായി മാറിയത്. ദാനിയേലിന്റെ പുസ്തകം 6-ാം അധ്യായം 4-5 വാക്യങ്ങൾ വായിക്കുമ്പോൾ വേദപുസ്തകം പറയുന്നത് വായിച്ചേ. ആകയാൽ അധ്യക്ഷന്മാരും പ്രധാന ദേശാധിപന്മാരും രാജ്യം സംബന്ധിച്ച് ദാനിയേലിന് വിരോധമായി കാരണം കണ്ടെത്തുവാൻ അന്വേഷിച്ചു. എന്നാൽ യാതൊരു കാരണവും കുറ്റവും കണ്ടെത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല. നിങ്ങൾക്ക് വെളിപ്പെട്ടോ വരി? യേശുവിൻ്റെ പുറകെ പിശാച് നടന്നുല്ലേ. എന്നെ ഒരു ദിവസം സ്വാത്രം ഞാൻ CSI ചർച്ച കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഞങ്ങൾ പോയത് അഞ്ചലിലെ യൂൾ പാസ്റ്ററിൻ്റെ പള്ളിയിലാണ്. അവിടെ പോയപ്പോൾ ഒരു ദിവസം അന്ന് പാസ്റ്റർ പ്രസംഗിച്ചതിൽ ഒരു വരി എന്നെ കത്തിച്ചു. ആ വരി ഇതാണ്: യേശു ക്രിസ്തുവിൽ എല്ലാവരും പാപം നോക്കി, പക്ഷെ ഒറ്റ പാവം യേശുവിൽ. ഞാൻ അവിടെ ഇരുന്ന് നോക്കി, എന്നിൽ പാവമേ
എത്ര മാസം ഒരു വരി എന്നെ ഇട്ട് കറക്കി തകർത്ത് തരിപ്പണമാക്കിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇന്ന് ഞാൻ ചോദിക്കട്ടെ സഹോദരങ്ങളെ, യേശുക്രിസ്തു പോയപ്പോൾ യേശുക്രിസ്തുവിൽ ഒരു പാവം ആർക്കും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. യേശുക്രിസ്തു അത്രയ്ക്ക് അങ്ങനെ ആയിരുന്നു. ഇവിടെ ദാനിയേലിനെ നോക്കി ഒന്നുകൂടെ വായിച്ച വരി നമ്മുടെ അകത്തിറങ്ങട്ടെ. 1 ദാനിയേൽ പ്രമാണം സൂക്ഷിച്ചു. ഈ ഉപവാസ പ്രാർത്ഥനയുടെ 1-ാമത്തെ പകൽക്കാലം ഞാൻ പറയട്ടെ, എത്ര പേർക്ക് ആഗ്രഹമുണ്ട്, അപ്പച്ച ഞാൻ എൻ്റെ അപ്പൻ്റെ പ്രമാണം സൂക്ഷിച്ച് സത്യത്തിലും ആത്മാവിലും ആരാധിച്ച് ദൈവത്തിൻ്റെ യഥാർത്ഥ വചനം അത് എന്താണെന്ന് ഗ്രഹിച്ച് ക്രിസ്തു യേശുവിൻ്റെ വളർച്ച ആ കൃപ പ്രാപിച്ച് ക്രിസ്തു എന്ന തലയോളം ദൈവ മഹത്വത്തിനായി ക്രിസ്തുവിൻ്റെ രാജ്യത്തിൻ്റെ വ്യാപ്തിക്കായി എന്നെ എവിടെ കൂടെയൊക്കെ കൊണ്ടുപോകുമ്പോഴും കൈക്കിണങ്ങിയ ഹോളിട്ടൊരു കുഴലായി, ഊതാൻ വേണ്ടി മാത്രം എടുക്കുന്ന ഒരു കുഴലായി, കണ്ടാൽ വെറും കുഴൽ, പക്ഷെ ഊതുമ്പോഴേ അതിൻ്റെ ഭംഗി വരൂ, ഇതുപോലെ ഇരിക്കാം. ഞാൻ ഒരുക്കമാണ് ആ പ്രമാണം എൻ്റെ ഹൃദയത്തിനകത്ത് സൂക്ഷിച്ച് ജീവിതത്തിൻ്റെ A-Z മേഖലയ്ക്കകത്തും പ്രമാണത്തിനായി നിൽക്കാൻ ഞാൻ ഒരുക്കമാണെന്ന്. ഹല്ലേലൂയ. ഒന്ന് കർത്താവിൻ്റെ സന്നിധി മാറി നിൽക്കാൻ, യഹോവയ്ക്കുള്ളവൻ മാറി നിൽക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ലേവി മാറിയതുപോലെ ഒന്ന് മാറി നിൽക്കാൻ എത്രവർക്ക് ആഗ്രഹമുണ്ട്. 2 സ്തോത്രം, ദാനിയേൽ വിശ്വസ്തനായിരുന്നു. ഒന്നുകൂടെ വായിച്ചേ. എന്നാൽ യാതൊരു കാരണവും കുറ്റവും കണ്ടെത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല. യാതൊരു കാരണവും കണ്ടില്ല. ഒന്നുകൂടെ വായിച്ച ആ വാക്യം 4-5. ആകയാൽ അധ്യക്ഷന്മാരും പ്രധാന ദേശാധിപന്മാരും രാജ്യം സംബന്ധിച്ച് ദാനിയേലിന് വിരോധമായി കാരണം കണ്ടെത്തുവാൻ അന്വേഷിച്ചു. അടുത്ത്, എന്നാൽ യാതൊരു കാരണവും കുറ്റവും കണ്ടെത്തുവാൻ ദാനിയേൽ യാതൊരു കാരണവും കുറ്റവും 120 പേരെ ഭരിക്കാൻ കണ്ടുപിടിച്ചു രാജാവ്. ബാബിലോണിലെ ഭരിക്കാൻ 120 പേരെ കണ്ടുപിടിച്ചാൽ ഒരാളാരാ? ദാനിയേലിന് നോക്കിയപ്പോൾ ദാനിയേൽ എന്തില്ല? ഒന്നുമില്ല. അപ്പൊ 3-1 ആര് മാറ്റി? പറ. ദാനിയേലിനെ നോക്കി ആര്? രാജാവ് നോക്കി. 120 പേരിൽ ഒരാൾ ആയാരെ തിരഞ്ഞെടുത്തു. അടുത്ത് വീണ്ടും ദാനിയേൽ നോക്കിയപ്പോൾ ദാനിയേലിനെ 3-1 ആക്കി. ഏത് സ്ഥാനത്തെത്തി ദാനിയേല്? 2-ാം സ്ഥാനം. രാജാവ് കഴിഞ്ഞാൽ അടുത്ത സ്ഥാനത്ത് ആരാ? പ്രമാണം സൂക്ഷിച്ച ദാനിയേൽ. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? വിശ്വസ്തനായ ദാനിയേൽ. ഒരവിശ്വസ്തത അവനിൽ. ഏത് രാജ്യത്തെന്ന് മനസ്സിലായോ? എവിടെ പോയവനെയാണെന്ന് അറിയാമോ? മനസ്സിലായോ ആക്കിയത്? ഏത് രാജ്യത്താ? എവിടെയാ? നോക്കിക്കേ. ദൈവത്തെ പോലും ആരാധിക്കാൻ പറ്റാത്ത പട്ടണത്തിനകത്ത് ഇപ്പൊ ദാനിയേൽ ഏത് സ്ഥാനം? രാജാവ് കഴിഞ്ഞ അടുത്ത സ്ഥാനം ആർക്ക്? 120-1 തിരഞ്ഞെടുത്തെങ്കിൽ 119 കൂട്ടത്തിൽ 120-ാമത് ദാനിയേൽ തിരഞ്ഞെടുത്തെങ്കിൽ അവിടെ വെച്ച് വിശ്വസ്തന്മാരെങ്ങനെ പരതി നോക്കിയപ്പോൾ അവിടെ 3 പേരെ തിരഞ്ഞെടുത്തു. അതിൽ ദാനിയേൽ എല്ലായിടും നോക്കി. ഒരു കുറ്റവും ജീസസ് ഹല്ലേലൂയ. എന്ത് കണ്ടില്ല? ഒരു കുറ്റവും ദാനിയേൽ കണ്ടില്ല. അതുകൊണ്ട് രാജാവ് വിശ്വസ്തനെന്ന് ദാനിയേലിനെ കണ്ടിട്ട് രാജാവ് കഴിഞ്ഞാൽ അടുത്ത ഭരണം ആർക്കാ? ദാനിയേലിന്. കാരണം 1, അവൻ ദൈവത്തിൻ്റെ ഉത്കൃഷ്ട മാനസനായി പ്രമാണത്തെ ഏത് സ്ഥലത്തും സൂക്ഷിക്കണമെന്നായിരുന്നു. 2, അവനെ നോക്കിയിട്ട് ഒരു പാവവും കണ്ടുപിടിക്കാൻ പറ്റാതെ അവൻ വിശ്വസ്തനായിരുന്നു. ഇന്ന് പകൽക്കാലം ഒരു വിശ്വസ്തത കാത്തു സൂക്ഷിക്കാൻ എത്രവർക്ക് ആഗ്രഹമുണ്ട്? ഒന്നുകൂടെ ഭാഗം വായിച്ച് 4-5 നമ്മുടെ അകത്തിറങ്ങട്ടെ. എന്തുകൊണ്ടാണ് ദൈവത്തിന് ഉത്കൃഷ്ട മാനസനായി ദാനിയേൽ മാറിയത്? വായിച്ചേ. ആകയാൽ അധ്യക്ഷന്മാരും പ്രധാന ദേശാധിപന്മാരും. നമുക്കറിയാം മോശയാണ് ദൈവഗ്രഹത്തിലൊക്കെയും വിശ്വസ്തൻ എന്നുള്ളൊരു പദം ഉണ്ട്. പക്ഷെ ഇവിടെ ഇതാ സ്തോത്രം, ദാനിയേൽ ആരായിരുന്നു? വിശ്വസ്തനായിരുന്നു. വായിച്ചേ. പ്രധാന ദേശാധിപന്മാരും രാജ്യം സംബന്ധിച്ച് ദാനിയേലിന് വിരോധമായി കാരണം കണ്ടെത്തുവാൻ അന്വേഷിച്ചു. എന്നാൽ യാതൊരു കാരണവും കുറ്റവും കണ്ടെത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല. മനസ്സിലായോ? യാതൊരു കാരണവും യാതൊരു കുറ്റവും കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞില്ല. രാജ്യം വേറെയാണ്, ആരാധന ഇല്ലാത്തവന്റെ രാജ്യമാണ്. പക്ഷെ ഞാൻ പറയാ, നീ എവിടെ പാർത്താലും, നീ ഏത് ദേശത്ത് പാർത്താലും, ആരാധന ഉള്ളവന്റെ ദേശത്ത് പാർത്താലും, ശ്രദ്ധിക്കുന്നുണ്ടോ? ഞാൻ പതുക്കെ പറയുമ്പോൾ നിങ്ങൾ വേറെ ഒന്നും ചിന്തിക്കല്ലേ. ശ്രദ്ധിക്കുന്നുണ്ടോ? നീ ആരാധന ഉള്ളവന്റെ പട്ടണത്തിൽ പാർത്താലും, നിനക്കെതിരെ ഉള്ളവന്റെ പട്ടണത്തിൽ പാർത്താലും, പ്രമാണം സൂക്ഷിക്കുന്ന
നടക്കുന്നവനാണെങ്കിൽ, ഓ ദൈവത്തിന്റെ മുമ്പിൽ ഒരു കുറ്റവും കണ്ടുപിടിക്കാൻ പറ്റാത്ത വിശ്വസ്തനാണെങ്കിൽ, നിന്നെ ഏത് സീറ്റിൽ ഇരുത്തണമെന്നും നിന്നെ എവിടെ കൊണ്ട് എത്തിക്കണമെന്നും നിന്നെ ആരാക്കണമെന്നും തീരുമാനിക്കുന്നത് മനുഷ്യനല്ല, എൻ്റെ ദൈവം. തീ കത്തുന്നു, തീ കത്തുന്നു, തീ കത്തുന്നു, തീ കത്തുന്നു, തീ കത്തുന്നു. നിന്നെ എവിടെ പിടിച്ചോണ്ട് പോയാലും, അത് ദൈവത്തെ ആരാധിക്കാത്ത ദേശമായാലും, നിന്നെ എവിടെ കൊണ്ടെത്തിക്കണമെന്ന്, നിന്നെ എവിടെ ഇരുത്തണമെന്ന് ഹല്ലേലൂയ തീരുമാനിക്കുന്നത് സ്വർഗത്തിലെ ദൈവമാണ്. ലോകത്തിന്റെ രാജാവിന്റെ വാതിലിന്റെ പടിപ്പുരക്കകത്തിരുന്ന ഓ മൊർദെഖായിയെ ഒരു ഉയർച്ച ഉണ്ടായി എങ്കിൽ, രാജധാനിയിലെ രാജാവിന്റെ ആമേൻ സ്തോത്രം പടിപ്പുരയിൽ ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ കിടക്കുന്ന പൈതലേ, അവന്റെ കൃപയെ പകർന്ന് എത്ര അധികമായി ലോകത്തിന്റെ രാജ്യത്തിന്റെ കൊട്ടാരത്തിന്റെ മുൻപിൽ ഓ മൊർദെഖായി ആ പടിപ്പുരയിൽ പടിയുടെ ഫ്രണ്ടിൽ കിടന്നവന് രാജാവിന്റെ കൊട്ടാരത്തിനകത്ത് വിശിഷ്ടനായി കണ്ടെങ്കിൽ, രാജാവും കർത്താവും അത്ഭുത മന്ത്രിയും വീരനാം ദൈവമാകുന്ന യേശുവിന്റെ പാദപീഠത്തിൽ ഉപവാസത്തോടും പ്രാർത്ഥനയോടും ആവശ്യങ്ങളുണ്ട്, കാര്യങ്ങളുണ്ട്, എല്ലാം വലിച്ചെറിഞ്ഞിട്ട് യേശുവിന്റെ പടിപ്പുരയിൽ കിടക്കുന്നത് പോലെ ആ പാദത്തിൽ വീണ് കിടക്കുന്ന മകനെ, മകളെ, നിന്നെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കാതെ ഇരിക്കുമോ? ഹല്ലേലൂയ. നീ ഈ പ്രാർത്ഥന കഴിഞ്ഞിറങ്ങുമ്പോൾ ദൈവശക്തി വ്യാപരിക്കും. മോശയുടെ വടി കണ്ടപ്പോൾ, വടിയിൽ വ്യാപരിച്ച അഭിഷേകം കണ്ടപ്പോൾ, ഓ ചെങ്കടൽ ഇളകി, കടൽ രണ്ടായി. ആ വടിയുടെ മേലുള്ള അഭിഷേകം കണ്ടപ്പോൾ, വടിയിലുള്ള അഭിഷേകം കണ്ടപ്പോൾ ആമേ കടൽ വെള്ളത്തിന് ഇളക്കം തട്ടി, അതിനിരിക്കാൻ പറ്റിയില്ല. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, മിരിയാമിന്റെ കയ്യിലിരിക്കുന്ന തപ്പ് കണ്ടപ്പോൾ വെള്ളത്തിന് ഇളക്കാൻ തുടങ്ങി. വെള്ളം പറഞ്ഞു ഞങ്ങൾക്ക് മാറിയേ തീരൂ. ആരാധിക്കുന്ന മിരിയാം ഇതാ വന്നിട്ടുണ്ട്, പ്രാർത്ഥിക്കുന്ന തീ കഷ്ണം വന്നിട്ടുണ്ട്. മോശയെ കണ്ടപ്പോൾ വിശ്വസ്തനും വേർപാടുള്ളവനുമാകുന്ന മോശ ഇതാ അഭിഷക്തൻ വന്നിരിക്കുന്നു. എവന്റെ മുമ്പിൽ എനിക്ക് നിൽക്കാൻ പാട്ടിൽ. ഓ തീ ആളിക്കത്തുന്നു. ഉണക്ക വടി കൊണ്ടുവച്ച ഉണക്ക വടി ആഹാരോനെ കണ്ടപ്പോൾ പറഞ്ഞു, ഇല്ല, ആഹാരോന്റെ മുമ്പിൽ ഓഹോ ഏത് ഉണക്ക വടിയും ആത്മാവുള്ളവന്റെ മുൻപിൽ ചലിച്ചോടി. തീ 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 ഇന്ന് പകൽക്കാലം പ്രമാണം സൂക്ഷിക്കുന്നവനെ, വിശ്വസ്തത കാത്തു സൂക്ഷിക്കുന്നവനെ, ക്രിസ്തുവിന്റെ വചനത്തിന്റെ പ്രമാണം വിട്ട് വിശ്വസ്തത വിട്ട് മാറാത്തവനെ, ഏത് രാജ്യത്തിൽ പോയാലും, ഏത് ഭാഷക്കാരുടെ അടുക്കൽ പോയാലും, ഏത് വർണ്ണ വ്യത്യാസമില്ലാത്തവരുടെ അടുക്കൽ പോയാലും, നിന്റെ വീട്ടുകാർ നിന്നെ കണ്ടില്ലെങ്കിൽ, നിന്റെ നാട്ടുകാർ കണ്ടില്ലെങ്കിൽ, നിന്നെ ബഹുമാനിക്കുമെന്ന് വിചാരിച്ചവർ കണ്ടില്ലെങ്കിൽ, നിന്നെ പുറന്തള്ളിയാലും, നീ ഏത് കോണിൽ ചെന്ന് കിടന്നാലും അവിടെ ഇരുത്തുന്ന ഒരു ദൈവം ഉണ്ട്. നിങ്ങൾക്ക് എത്രയൊക്കെ വെളിപ്പെടുന്ന എനിക്ക് അറിഞ്ഞുകൂടാ. ആമേ, ദാനിയേൽ ഇപ്പൊ എവിടെ ഇരിക്കുന്നേ? 2ാം സ്ഥാനത്ത്. എവിടെ സ്വന്തം രാജ്യമാണോ? അല്ല. എന്തായിരിക്കാം കാരണം? ആരെങ്കിലും കൊണ്ടുവന്ന് ഇരുത്തിയാണോ? മനുഷ്യൻ ചിന്തിച്ചിരുത്തിയാണോ? അല്ല. പിന്നെ ആരിരുത്തി? ആരിരുത്തി? ഒരു മനുഷ്യൻ കൊണ്ട് ഇരുത്തിയാണോ ദാനിയേലിനെ? വല്ലയിടത്തും രാജ്യത്തിൽ കിടന്നവനെ കൊണ്ട് ആമേ മനുഷ്യ ഇരുത്തിയാണോ? എടാ, ഏത് രാജാവ് വന്നാലും ശരി, പ്രമാണം സൂക്ഷിക്കുന്ന ഒരുത്തനകത്തുണ്ടെങ്കിൽ, വിശ്വസ്തനായ ഒരുത്തനുണ്ടെങ്കിൽ, നീ കഴിഞ്ഞിട്ട് അടുത്ത ആളുള്ളൂന്ന്. ഓ തീ 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 നിന്റെ ദേശത്ത്, നിന്റെ കുടുംബത്തിനകത്ത്, നിന്റെ രക്തബന്ധുക്കളുടെ നടുവിൽ ദൈവത്തിന്റെ പ്രമാണം സൂക്ഷിക്കുന്ന മകനെ, പ്രമാണം സൂക്ഷിക്കുന്ന മകളെ, വേർപാടനുസരിച്ച് കർത്താവിന്റെ മുമ്പിൽ വിശ്വസ്തയോടെ ജീവിക്കുന്ന പൈതലെ, നീ മനുഷ്യന്റെ മുഖം നോക്കണ്ട, ലോകത്തിന്റെ മുഖം നോക്കണ്ട, ആരുടെ മുഖം നോക്കണ്ട, നീ ദൈവത്തിന്റെ മുഖം മാത്രം നോക്ക്. പ്രമാണം സൂക്ഷിക്കുന്ന പൈതലെ, നിന്നെ എത്തിക്കേണ്ട സ്ഥാനത്ത് ആര് വാതിൽ അടച്ചാലും ശരി, തുറക്കേണ്ട സമയമാകുമ്പോൾ തുറക്കേണ്ടവൻ തുറന്നിട്ട് വാ മക്കളെ ഞാൻ ഉണ്ടെന്ന് പറഞ്ഞ് ഇരുത്തേണ്ട സ്ഥലത്ത് കൊണ്ടിരുത്തുന്ന ഒരു സർവശക്തനാകുന്ന ദൈവം. എത്തിക്കേണ്ടടുത്ത്, നിർത്തേണ്ടടുത്ത്, കൊണ്ടാക്കേണ്ടടുത്ത്, ഓ സ്തോത്രം, ഇരുത്തേണ്ട സ്ഥാനത്ത് ഇരുത്തുന്ന ഒരു ദൈവമാണ് നമ്മൾ ആരാധിക്കുന്ന കർത്താവ്. ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് എത്രവർക്ക് മനസ്സിലായെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ വചനം മനസ്സിലായവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ പറയട്ടെ, ഇവൻ ഇതാ 120 പേരിൽ ഒന്ന് ഇയാളായി. വീണ്ടും 3 പേരെ തെരഞ്ഞെടുത്തു. 3 പേരിൽ അടുത്ത ആള് ദാനിയേലിനെ 3-ൽ തെരഞ്ഞെടുത്തു. 120 പേരിൽ ഒരാളായി തെരഞ്ഞെടുത്തവനെ
സ്വോത്ര രണ്ടാമതൊരു തെരഞ്ഞെടുപ്പ് നടത്തി. ഹല്ലേലൂയ, ആമേൻ. അതിൽ 3 ആൾക്കാരാണ് തിരഞ്ഞെടുത്തത്. അതിൽ രണ്ടാമതായി യവനെ തിരഞ്ഞെടുത്തു. ഒന്നാമത് രാജാവ്, രണ്ടാമതാണ് ദാനിയേൽ. യവനെ തിരഞ്ഞെടുത്തത് ആര്? മനുഷ്യനാണോ? അല്ല. ലോകമാണോ? അല്ല. യവന്റെ ഹൃദയം കണ്ട സൈന്യത്തിന്റെ അധിപതിയാകുന്ന ദൈവം യവൻ എവിടെ ഇരിക്കണമെന്നും എവിടെ ആകണമെന്നും യവന്റെ വായിലെ വാക്ക് എങ്ങനെയെന്നും യവന്റെ ഹൃദയത്തിനകത്ത് എന്തെന്നും കണ്ട എൻ്റെ ദൈവം നിന്റെ പള്ളിക്കാരൻ നിന്നെ തിരഞ്ഞെടുത്തില്ലെങ്കിലും, നിന്റെ ദേശം നിന്നെ തിരഞ്ഞെടുത്തില്ലെങ്കിലും, നിന്റെ പട്ടണക്കാരൻ നിന്നെ തിരഞ്ഞെടുത്തില്ലെങ്കിലും, നിന്റെ രാജ്യം നിന്നെ തിരഞ്ഞെടുത്തില്ലെങ്കിലും, നീ പ്രതീക്ഷിച്ച ആരും നിന്നെ കൈ കൊണ്ടില്ലെങ്കിലും, നീ ചിന്തിക്കണ്ട, പേടിക്കണ്ട. നീ പ്രമാണം സൂക്ഷിക്കുന്ന ആളാണെങ്കിൽ, നീ വിശ്വസ്തനാണെങ്കിൽ, സമയമാകുമ്പോൾ നിന്നെ എവിടെ കൊണ്ടിരുത്തണമെന്നൊരു റൂട്ട് മാപ്പ് എൻ്റെ അപ്പൻ്റെ കൈക്കകത്തുണ്ട്. ആ റൂട്ട് മാപ്പ് അനുസരിച്ച് നിന്നെ എത്തിക്കേണ്ട സ്ഥാനത്ത് ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. എത്തിക്കുവാൻ ദൈവം വിശ്വസ്തന്. ഹല്ലേലൂയ. ചിലതിനെ കീഴ്മേൽ മറിക്കുവാൻ, ചില ശക്തികളെ ഉടയ്ക്കുവാൻ. ദാനിയേലേ, നിന്നെ അവിടെ ആക്കി എന്തിനെന്നറിയാമോ? ചിലതിനെ കീഴ്മേൽ മറിക്കാൻ, ചില ശക്തികളെ ഉടയ്ക്കാൻ, ചില ഇരുട്ടിൻ്റെ വ്യാപാരങ്ങൾ അഴിക്കാൻ. എടാ, അവിടെയുള്ള വേറെ ആരെയും 2ാം സ്ഥാനത്താക്കിയാൽ അവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല. നിന്നെ തന്നെ ഞാൻ ആക്കും. നിന്നെ പിടിച്ചുകൊണ്ട് പോകുമ്പോഴും നീ പ്രമാണം സൂക്ഷിച്ചില്ലേ, നീ വിശ്വസ്തനായി മാറൂല്ലേ? ആമേൻ. വേറെ ആരും നിന്നെ ഇരുത്തണ്ട, ഞാൻ നിന്നെ ഇരുത്തും. രാജാവിന്റെ ചിന്തകൾക്ക് അപ്പുറമായി, മാനുഷിക ചിന്തകൾക്കും ബന്ധങ്ങൾക്കും അപ്പുറമായി രാജാവിന്റെ കുടുംബത്തിനകത്തുള്ള അംഗങ്ങളെ ഇരുത്തേണ്ട സ്ഥാനത്ത് പുറത്തുനിന്ന് പിടിച്ചോണ്ട് വന്ന ഒരുത്തനെ ഇരുത്തിയ ഒരു നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഹല്ലേലൂയ. ഇന്ന് ഇതിനകത്ത് ദൈവശക്തി വ്യാപരിക്കുന്നുണ്ട്, ദൈവത്തിന്റെ കൃപ വ്യാപരിക്കുന്നുണ്ട്, സ്വർഗീയ ശക്തി വ്യാപരിക്കുന്നുണ്ട്. ശത്രുവിന്റെ പദ്ധതികൾ ഉടയുന്നുണ്ട്, ഇരുട്ടിന്റെ സകല മണ്ഡലങ്ങൾ തകരുന്നുണ്ട്, അന്യായ ബന്ധനങ്ങൾ തകരുന്നുണ്ട്, മുഖത്തിന്റെ അമിക്കറുകൾ തകരുന്നുണ്ട്, സാത്താന്റെ സകല വ്യാപാരങ്ങളും സകല ദുർഭൂതങ്ങളും കത്തി എരിഞ്ഞ് അമരുന്നുണ്ട്. നിന്നെ കൊണ്ടെത്തിക്കേണ്ടടുത്ത് എത്തിക്കുന്നത് സാത്താനല്ല, മനുഷ്യനല്ല. ഇന്ന് ഇതിനകത്ത് നീ ഒരു തീയായി വെളി വരികയാണ്. നിന്നെ മുന്നോട്ട് വിടുകയില്ലെന്ന് വാദിക്കുന്ന ചില ശക്തികൾ ഇന്നത്തെ ഈ ആരാധനയ്ക്കകത്ത് കത്തിക്കരിഞ്ഞ് ചടനൂല് പോലെ ചാരമായിക്കൊണ്ടിരിക്കുകയാണ്. നിന്നെ വിടുകയില്ല, തടഞ്ഞു വെച്ച് കളയും. നീ പ്രതീക്ഷിക്കേണ്ട, നിനക്കൊരു വിടുതലില്ലെന്ന് നിനക്കെതിരെ വാദിച്ചു നിൽക്കുന്ന ചില ഇരുട്ടിന്റെ ശക്തികൾ ഈ ആരാധനയ്ക്കകത്ത് ഈ വചനം കേട്ടോണ്ടിരിക്കുമ്പോൾ എൻ്റെ ദൈവം പറയുന്നു, അവയെ കത്തിച്ചിട്ട് പറയും, എനിക്കറിയാം ദാനിയേലേ, നീ എവിടെ ഇരിക്കണമെന്നും നിന്നെ അവിടെ ഇരുത്തിയാൽ എന്ത് നടക്കുമെന്നും എനിക്കറിയാം. നിന്നെ ദൈവം കണ്ടിരിക്കുന്ന വേറെ ഒന്നിനുമല്ല. എൻ്റെ ദൈവത്തിൻ്റെ ഉദ്ദേശമുണ്ട്, ദൈവത്തിൻ്റെ പദ്ധതി ഉണ്ട്, ദൈവത്തിൻ്റെ ആലോചനയുണ്ട്, ദൈവത്തിൻ്റെ ഹിതമുണ്ട്, ദൈവത്തിൻ്റെ പദ്ധതി ഉണ്ട്, ദൈവത്തിൻ്റെ ആലോചനയുണ്ട്, ദൈവത്തിൻ്റെ അതെ 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 നിന്നെക്കുറിച്ചൊരു ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ട്. ഓഹോ, വിശ്വസ്തന്മാരെ അനുഗ്രഹ സമ്പൂർണ്ണനാക്കുന്ന ഒരു ദൈവം ഇന്ന് ഈ ആലയത്തിനകത്ത് വന്നിട്ടുണ്ട്. ഓ, പ്രമാണം സൂക്ഷിക്കുന്നവനെ സ്വത്രം അനുഗ്രഹിക്കുന്ന ദൈവം, അതെ, വിശ്വസ്തന്മാരെ നോക്കുന്ന ദൈവമാണ് ഇന്ന് ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. എൻ്റെ ദൈവം സ്നേഹിക്കാൻ കാരണം, 3ാമത്തെ കാരണം, ദാനിയേൽ പ്രാർത്ഥനാ ജീവിതമുള്ളവരായിരുന്നു. ദാനിയേലിൻ്റെ പുസ്തകം 6-ാം അധ്യായം 10-ാം വാക്യം. അല്പസമയം കൂടെ നമ്മുടെ മുൻപിലുള്ളൂ, നമുക്ക് പെട്ടെന്ന് വചനമെടുക്കാം. ദാനിയേലിൻ്റെ പുസ്തകം 6-ാം അധ്യായം 10-ാം വാക്യം വായിക്കുമ്പോൾ ദാനിയേലിൻ്റെ പ്രാർത്ഥനയുടെ സവിശേഷതകളാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഹല്ലേലൂയ. ദാനിയേൽ പ്രാർത്ഥിച്ചത് ആൾക്കാരെ കാണിക്കാനല്ല, ദാനിയേൽ പ്രാർത്ഥിച്ചത് ലോകത്തെ കാണിക്കാനല്ല, ദാനിയേൽ പ്രാർത്ഥിച്ചത് നാട്ടുകാരെ കാണിക്കാനല്ല, ദാനിയേൽ പ്രാർത്ഥിച്ചത് വീട്ടുകാരെ കാണിക്കാനല്ല, ദാനിയേൽ പ്രാർത്ഥിച്ചത് അയൽക്കാരെ കാണിക്കാനല്ല, ദാനിയേൽ പ്രാർത്ഥിച്ചത് ദേശത്തെ കാണിക്കാനല്ല, ദാനിയേൽ പ്രാർത്ഥിച്ചത് ലോകത്തെ കാണിക്കാനല്ല, ദാനിയേൽ പ്രാർത്ഥിച്ചത് മറ്റാൾക്കാരെ കാണിക്കാനായിരുന്നില്ല. ദാനിയേൽ പ്രാർത്ഥിച്ചത് മറ്റൊന്നിനുമായിരുന്നില്ല. ദാനിയേൽ പ്രാർത്ഥിച്ചത്, ഓ സ്തോത്രം, തന്റെ ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്ന് അവൻ വീട്ടിലേക്ക് അവൻ എവിടെ പോയി? നമ്മളെ വീട് പ്രാർത്ഥിക്കുന്ന വീടാണോ? ഓടി ഒന്ന് പോയെങ്കിൽ പ്രാർത്ഥിക്കുമായിരുന്നു. ചിന്തിക്കുന്ന ഇത്രരുണ്ട്. അമ്മേ, എൻ്റെ മുറിക്കകത്തുനിന്ന് ഓടിക്കയറി പ്രാർത്ഥിക്കാമായിരുന്നു ചിന്തിക്കുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടോ? അങ്ങനെ ചിന്തിച്ച് ജീവിച്ച ഒരാളാണ് ആര്? ഓഹോ, എൻ്റെ വീട്ടിനകത്ത് ഓടിച്ചെന്നെങ്കിലും ഒന്ന് പ്രാർത്ഥിക്കാം. ഞാനിപ്പോൾ ജോലി ചെയ്ത് പ്രാർത്ഥിക്കുന്നു. വീട്ടിലെത്തിയെങ്കിൽ ഒരു കത്തലകത്തൊക്കെ ആർക്കൊക്കെ ഉണ്ട്? ഇന്ന് അത് വരട്ടെ. ആർക്കെങ്കിലും ഉണ്ടോ ഇത്? കത്തലില്ലേ? ഇല്ലേ? അപ്പാ, പെട്ടെന്ന് സമയമെങ്കിൽ ഒന്ന് വീട്ടിൽ എത്തിയെങ്കിൽ, എൻ്റെ മുറിക്കകത്തൊന്ന് പോയെങ്കിൽ, അടുക്കളയൊന്ന് റെഡി ആയെങ്കിൽ ആ മുറിക്കകത്തൊന്നിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റും. ഒരു കത്തലുണ്ടോ?
പ്രാർത്ഥനയുണ്ടെങ്കിൽ നീ ജീവിക്കുന്നതേ എപ്പോഴും തൻ്റെ പ്രാർത്ഥന വീട്ടിനകത്തേക്ക് ഓടിച്ചെന്നാണ് തൻ വീട്ടിലേക്ക് ഓടി പതിവ് പോലെ തൻ്റെ കിളിവാതിൽ അങ്ങോട്ട് തുറന്നു. ഒന്ന്, വീട്ടിലേക്ക് ഓടി. രണ്ടാമത്തെ വാക്യം മാളിക മുറിയുടെ കിളിവാതിൽ. മാളിക മുറിയുടെ കിളിവാതിൽ യെരൂശലേമിന് നേരെ തുറന്നിരുന്നു. എങ്ങോട്ടാ തുറന്നേ? യെരൂശലേമിന് നേരെ തുറന്നങ്ങ് വെച്ചിരിക്കുക, തുറന്നിരുന്നു. അടുത്ത, താൻ മുൻപേ ചെയ്തു വന്നതുപോലെ. അടച്ചത് തുറന്നതാണോ? അല്ല, എപ്പോഴും അവിടെ എങ്ങനെ കിടക്കയാ? ശ്രദ്ധിച്ച് കേട്ടാലേ മനസ്സിലാവും. എപ്പോഴും എന്ത് കിടക്കയാ? ഒന്ന്, അവൻ വീട്ടിലേക്ക് ഓടി. 2, വീട്ടിൽ ചെന്ന് പ്രാർത്ഥന മുറിക്കകത്ത് കയറിയപ്പോൾ യെരൂശലേമിലേക്ക് ഡോർ എങ്ങനെ നടക്കുന്നു? അതടക്കത്തില്ല, അതടക്കുന്നവനല്ല. അത് താഴോട്ട് എനിക്ക് മനസ്സിലാവും. അടുത്ത വരി വായിച്ചേ. താൻ മുൻപേ ചെയ്തു വന്നതുപോലെ. മൂന്നാമത്തെ കാര്യം, പ്രശ്നം വന്നപ്പോൾ മുട്ടുമടക്കുന്നല്ല. എപ്പോഴും ഈ മനുഷ്യൻ പ്രാർത്ഥന മനുഷ്യനായിരുന്നു. അപ്പോഴും താൻ എന്ത് ചെയ്തു? മുമ്പേ ചെയ്തതുപോലെ. എങ്ങനെ എല്ലാത്തിനും പ്രാർത്ഥിക്കും. പ്രതികൂലത്തിലും പ്രശ്നത്തിലും സന്തോഷത്തിലും എന്തുണ്ടെങ്കിലും എന്തില്ലെങ്കിലും എങ്ങനെയൊക്കെയായിരുന്നാലും പ്രാർത്ഥിക്കും. അടുത്ത്, ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി. നോക്കിയേ, എങ്ങനെ പ്രാർത്ഥിക്കും? എങ്ങനെ മുട്ട് പ്രാർത്ഥനയുടെ സ്വത്രം. 5-ാമത്തെ കാര്യം എന്താ? നാലാമത്തെ കാര്യം എന്താ? 3 നേരം. 5-ാമത്തെ കാര്യം എന്താ? മുട്ട് കുത്തിയുള്ള പ്രാർത്ഥന. സ്തോത്രം. 1-ാമത്തെ കാര്യം എന്താ? വീട്ടിലേക്ക് പോയുള്ള പ്രാർത്ഥന. 2, കിളിവാതിൽ അടയ്ക്കാത്ത പ്രാർത്ഥന, അത് തുറന്ന് തന്നെ എപ്പോഴും കിടക്കുക. 3, പതിവ് പോലത്തെ പ്രാർത്ഥന. 4, 3 നേരമുള്ള പ്രാർത്ഥന. 5, മുട്ടുകുത്തിയുള്ള പ്രാർത്ഥന. അടുത്ത്, തന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. അടുത്തത്, സ്തോത്രത്തോടെയുള്ള പ്രാർത്ഥന. 6 പ്രാർത്ഥന, 6 കാര്യം ആ മനുഷ്യൻ പ്രാർത്ഥിച്ചു. വീട്ടിനകത്ത് ചൊലിക്കണം, കൃപാവരം കത്തണം. ദാനിയേൽ അങ്ങനായിരുന്നു. ഓരോ നിമിഷവും വീട്ടിൻ്റെ അകത്ത്, മുറിക്കകത്ത്, അവിടെ പള്ളി ആരാധന ഒന്നുമില്ല. അയാളുടെ ആരാധന സ്ഥലം എവിടെയാ? അയാളുടെ മുറിക്കകത്താ. അവിടെ വല്ലതും ഉണ്ടോ? അലരി വൃക്ഷത്തിൽ കെട്ടിത്തൂക്കിട്ടിരിക്കുക കിന്നരം പോലും. അവിടെ വല്ലത്തിൽ നടക്കോ? പക്ഷേ അവൻ്റെ പ്രാർത്ഥനയെ തകർക്കാൻ, അവൻ്റെ മുറിയെ തകർക്കാൻ, അവൻ്റെ ആരാധനയെ തകർക്കാൻ, അവൻ്റെ സ്തോത്രത്തെ തകർക്കാൻ, അവൻ്റെ സ്തുതിയെ തകർക്കാൻ ഒരു അന്ധകാര ശക്തിക്ക്. ദൈവത്തിന് സ്തോത്ര, ദൈവത്തിന് സ്തോത്ര, ദൈവത്തിന് സ്തോത്ര, ദൈവത്തിന് സ്തോത്ര, ദൈവത്തിന് സ്തോത്ര, ദൈവത്തിന് സ്തോത്ര, ദൈവത്തിന് സ്തോത്ര. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പ്രശ്നം ഇല്ലെങ്കിൽ ദാവീദ് ഒരു മനുഷ്യന്റെ അടുക്കൽ ഓടത്തില്ല, അവൻ വീട്ടിലേക്ക് ഓടും. വീട്ടിലേക്ക് ഓടുന്ന എന്തിനാ? ദൈവത്തോട് പറയാൻ. ഇന്ന് ഇതിനകത്ത് എത്ര പേര് വീട്ടിലേക്ക് ഓടും? ഏത് പ്രശ്നത്തിലും വീട്ടിലേക്ക് ഓടുന്നവൻ വിടുതൽ കണ്ടുമുട്ടവൻ. വീട്ടിലേക്ക് ഓടുന്നവൻ, ദൈവത്തിന്റെ അടുത്തിരിക്കാൻ ഓടുന്നവൻ, ഏത് പ്രതികൂലം ഉണ്ടെങ്കിലും ഏത് പ്രശ്നം ഉണ്ടെങ്കിലും വീട്ടിനകത്തേക്ക് ഓടുന്നവൻ, പ്രാർത്ഥന മുറിക്കകത്തേക്ക് ഓടുന്നവൻ ജയം പ്രാപിച്ചിരിക്കും. ആമേൻ, 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 ആമേൻ. ആത്മാവിലുള്ള പ്രാർത്ഥന, കൃപയാലുള്ള പ്രാർത്ഥന, ദൈവപ്രസാദമുള്ള പ്രാർത്ഥന, ദൈവഹിതപ്രകാരമുള്ള പ്രാർത്ഥന. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദാനിയേൽ മനുഷ്യരുടെ അടുക്കലല്ല, ദാനിയേൽ വീട്ടിനകത്ത് കൃപാവരങ്ങളെ ജ്വലിപ്പിക്കും. 2, യെരൂശലേമിന്റെ വാതിൽ തുറന്നു. പ്രത്യേകത എന്താ? തുറന്നിടക്കാൽ പ്രത്യേകത എന്താ? 1 രാജാക്കന്മാർ 8-ാം അധ്യായം 46-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നു എന്തുകൊണ്ടാണ് ഈ വാതിൽ തുറന്നിട്ടിരിക്കാനുള്ള കാരണം. വായിച്ചേ. സ്വത്രം 1 രാജാക്കന്മാർ 8-ാം അധ്യായം 46-ാം വചനം മുതൽ വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കാൻ. വായിച്ചേ. അവർ നിന്നോട് പാപം ചെയ്യുകയും പാപം ചെയ്യാത്ത മനുഷ്യൻ ഇല്ലല്ലോ. ശലോമോൻ എന്ന മനുഷ്യന് ഒരു ആലയം 46 വർഷം കൊണ്ട് ഒരു മനോഹരമായ ആലയം പണിതിട്ട് യാഗമർപ്പിച്ചിട്ട് ആ ആലയത്തിനകത്ത് കയറിയിരുന്ന് ശലോമോൻ ദൈവത്തോട് മുട്ട് മടക്കി അങ്ങോട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ശലോമോൻ പ്രാർത്ഥിച്ച വരി ഇങ്ങനെയാണ്: എൻ്റെ ദൈവത്തിന്റെ മുമ്പിൽ ശലോമോൻ കണ്ണുനീരോടെ, സ്തോത്രത്തോടെ, സ്തുതിയോടെ
ആരാധനയോടെ ആലയത്തിനകത്തിരുന്ന് പ്രാർത്ഥിക്കാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, ഓ ദൈവത്തിന് സ്തോത്രം, താൻ പ്രാർത്ഥിച്ച വരികൾ എങ്ങനെയാണെന്ന് മനസ്സിലാക്കുമ്പോൾ അറിയാം എന്തുകൊണ്ട് ദാനിയേൽ യെരൂശലേമിന് നേരെ ഡോർ തുറന്നു വച്ചു. എന്താണ് താഴെ കൊടുത്തിട്ടുണ്ട്, വായിച്ചേ. അവർ നിന്നോട് പാപം ചെയ്യുകയും പാപം ചെയ്യാത്ത മനുഷ്യനില്ലല്ലോ. നീ അവരോട് കോപിച്ച് അവരെ ശത്രുവിനെ ഏൽപ്പിക്കുകയും അവർ അവരെ ദൂരത്തോ സമീപത്തോ ഉള്ള ശത്രുവിന്റെ ദേശത്തേക്ക്. ഇവരെവിടെ കിടക്കയാ? പറ, ഇപ്പൊ അവരെവിടെ കിടക്കയാ? ദാനിയേലും കൂട്ടരും ഇപ്പൊ എവിടെ കിടക്കയാ? ദൂരത്ത് കിടക്കയാ. ഇവർ ബന്ധിക്കപ്പെട്ട് കൊണ്ടുപോയവരാണ്. ശലോമോൻ പ്രാർത്ഥിച്ചപ്പോൾ ഒരു വരി പ്രാർത്ഥിച്ചിട്ടുണ്ട്. എങ്ങനെ? ഇങ്ങനെ ബന്ധിക്കപ്പെട്ട് പാപം ചെയ്യുമ്പോൾ ബന്ധിക്കപ്പെട്ട് കൊണ്ടുപോയാൽ അവർ പാവത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് തിരിഞ്ഞാൽ, വായിച്ചേ, ഒന്നുകൂടെ വരി വായിച്ചേ. അവർ അവരെ ദൂരത്തോ സമീപത്തോ ഉള്ള ശത്രുവിന്റെ ദേശത്തേക്ക് ബദ്ധരാക്കി കൊണ്ടുപോകുകയും ചെയ്താൽ അവരെ പിടിച്ചുകൊണ്ട് പോയിരിക്കുന്ന ദേശത്ത് വെച്ച് അവർ ഉണർന്ന് അവിടെ വെച്ച് ഓർമ്മ വന്ന് ഉണർന്ന് മനസ്സ് തിരിഞ്ഞ് അവരെ ബദ്ധരായി കൊണ്ടുപോയ ദേശത്ത് വെച്ച് ഞങ്ങൾ പാപം ചെയ്ത് അകൃത്യവും ദുഷ്ടതയും പ്രവർത്തിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ്, ഞങ്ങൾ പാപം ചെയ്തു, ഞങ്ങൾ അകൃത്യം ചെയ്തു, ഞങ്ങൾ ദുഷ്ടത പ്രവർത്തിച്ചു എന്ന് വല്ലവരും പറഞ്ഞിട്ട് നിന്നോട് യാചിക്കുകയും അവരെ പിടിച്ചുകൊണ്ടുപോയ ശത്രുക്കളുടെ ദേശത്ത് വെച്ച് അവർ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ നിങ്കലേക്ക് തിരിഞ്ഞ് നീ അവരുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശത്തേക്ക് നീ തിരഞ്ഞെടുത്ത നഗരത്തിങ്കലേക്ക് ഞാൻ നിന്റെ നാമത്തിന് പണിതിരിക്കുന്ന ഈ ആലയത്തിങ്കലേക്ക് നോക്കി നിന്നോട് പ്രാർത്ഥിക്കുകയും ചെയ്താൽ നീ നിന്റെ വാസസ്ഥലമായ സ്വർഗത്തിൽ അവരുടെ പ്രാർത്ഥനയും യാചനയും കേട്ട് അവരുടെ പ്രാർത്ഥനയും എന്ത് കേൾക്കണം? യാചനയും കേൾക്കണം. ഇത് ആര് പറഞ്ഞുകൊണ്ടിരിക്കുക? പറ, എവിടെ ഇരുന്ന്? യെരൂശലേം ദേവാലയത്തിനകത്ത് 46 വർഷം കൊണ്ട് പണിതിട്ട് ആരാധനയുടെ സ്റ്റാർട്ടിങ് ഫസ്റ്റ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ വരി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അപ്പൻ അപ്പുറത്ത് ഒപ്പിട്ടു. വായിച്ചേ. നിന്നോട് പ്രാർത്ഥിക്കുകയും ചെയ്താൽ നിന്റെ വാസസ്ഥലമായ സ്വർഗത്തിൽ അവരുടെ പ്രാർത്ഥനയും യാചനയും കേട്ട് അവർക്ക് ന്യായം പാലിച്ചു കൊടുത്ത് നിന്നോട് പാപം ചെയ്ത നിന്റെ ജനത്തോട് അവർ നിന്നോട് ചെയ്ത ദ്രോഹങ്ങളൊക്കെയും ക്ഷമിക്കുകയും അവരെ ബദ്ധന്മാരായി കൊണ്ടുപോയവർക്ക് അവരോട് കരുണ തോന്നത്തക്കവണ്ണം അവരോട് കരുണ ലഭിക്കുമാറാക്കുകയും ചെയ്യണമേ. അവർ മിസ്രയീം എന്ന ഇരുമ്പുലയുടെ നടുവിൽ നിന്ന് നീ കൊണ്ടുവന്ന നിന്റെ ജനവും നിന്റെ അവകാശവും ആകുന്നുവല്ലോ. അവർ നിന്നെ വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും നീ കേൾക്കേണ്ടതിന് അടിയന്റെ യാചനയും നിന്റെ ജനമായ ഇസ്രായേലിന്റെ യാചനയും തൃക്കൺ പാർത്ത് അരുളേണമേ. കർത്താവായ യഹോവേ, നീ ഞങ്ങളുടെ പിതാക്കന്മാരെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്നപ്പോൾ നിന്റെ ദാസനായ മോശ മുഖാന്തരം അരുളി ചെയ്തതുപോലെ ഭൂമിയിലെ സകല ജാതികളിൽ നിന്നും നീ അവരെ നിനക്ക് അവകാശമായി വേർതിരിച്ചുവല്ലോ. ശലോമോൻ യഹോവയോട് ഈ പ്രാർത്ഥനയും യാചനയും എല്ലാം കഴിച്ചു തീർന്ന ശേഷം, കർത്താവേ, ഈ ആരെങ്കിലും പാപികൾ അവർ പിടിക്കപ്പെട്ടുകൊണ്ട് പോകുമ്പോൾ അവിടെ ചെന്ന് ഒരിക്കൽ നിന്നെ കണ്ടുമുട്ടി തിരിച്ചവർ യെരൂശലേമിനെ നോക്കി പ്രാർത്ഥിച്ചാൽ നീ എന്ത് ചെയ്യണം? പ്രാർത്ഥന ഹൃദയം പൊട്ടി പ്രാർത്ഥിച്ചാൽ, പാവങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചാൽ, മനസ്താപത്തോടെ പ്രാർത്ഥിച്ചാൽ, കുറവുകളെ ഉണർന്ന് പ്രാർത്ഥിച്ചാൽ നീ അടങ്ങിയിരിക്കരുത്. ഈ വരി പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ കരങ്ങൾ കൊടുത്ത നിമിഷം തൊട്ടടുത്ത വരി വായിച്ചേ. ശലോമോൻ യഹോവയോട് ഈ പ്രാർത്ഥനയും യാചനയും എല്ലാം കഴിച്ചു തീർന്ന ശേഷം അവൻ യഹോവയുടെ യാഗപീഠത്തിന് മുൻപിൽ മുഴങ്കാൽ കുത്തി ഇരുന്നതും കൈ ആകാശത്തേക്ക് മലർത്തിയിരുന്നതും വിട്ട് എഴുന്നേറ്റു. കണ്ടോ അവിടെ അവൻ നിന്നുകൊണ്ട് ഇസ്രായേൽ സഭയൊക്കെയും ഉച്ചത്തിൽ ആശീർവദിച്ച് പറഞ്ഞത്. നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ വരി വായിച്ചു പോകുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നു, ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ അങ്ങോട്ട് നിറഞ്ഞു, ദൈവത്തിന്റെ ശക്തി അവിടെ അങ്ങോട്ട് നിറഞ്ഞു. എൻ്റെ കർത്താവ് അറ്റസ്റ്റ് ചെയ്ത് പറഞ്ഞു, മക്കളെ, ഈ പ്രാർത്ഥന ഞാൻ ശരി വച്ചിരിക്കുന്നു. ആരെങ്കിലും അവൻ്റെ സ്തോത്രം മാളിക മുറി തുറന്ന് യെരൂശലേമിനെ നേരെ തിരിഞ്ഞ് പ്രാർത്ഥിച്ചാൽ, അവൻ മനസ്താപത്തോടെ പ്രാർത്ഥിച്ചാൽ ഞാൻ അവൻ്റെ പ്രാർത്ഥന കേൾക്കും. ഈ പ്രാർത്ഥന തിരിച്ചറിഞ്ഞ ദാനിയേൽ അവൻ യെരൂശലേമിനെ നേരെയുള്ള ഡോറ് ഒരിക്കലും അടച്ചില്ല. വാഗ്ദത്തം കൊടുത്ത ദൈവത്തിന്റെ വാഗ്ദത്തത്തെ ഉറച്ച് വിശ്വസിച്ച്
നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായി? ആ വാഗ്ദത്തം ഉറപ്പിച്ചു. 75-ാമത്തെ വയസ്സിൽ അബ്രഹാമിന്റെ അടുക്കൽ ഇറങ്ങി എൻ്റെ ദൈവം ഒരു വാഗ്ദത്തം കൊടുത്തു. മോനെ, നിന്റെ ബാല്യക്കാരനായ മനുഷ്യനല്ലടാ നിന്റെ സമ്പത്ത് അനുഭവിക്കേണ്ടത്, നിനക്ക് ഞാൻ തലമുറ തരും. ഈ ആലോചന കേട്ടു. 99-ാം വയസ്സിൽ വർഷം നീണ്ടുപോയി, വാഗ്ദത്തം വിട്ടുപോയില്ല. വാഗ്ദത്തം നിറവേറാൻ സമയമായപ്പോൾ വാഗ്ദത്തം കൊടുത്ത കർത്താവ് ആരോടാണോ വാഗ്ദത്തം പറഞ്ഞത്, ആ വാഗ്ദത്തം പറഞ്ഞവന്റെ വീട്ടിന്റെ മുറ്റത്തിതാ കൂടാര വാതിക്കൽ അബ്രഹാം ഇരിക്കുമ്പോൾ അവരുടെ മുൻപിൽ 3 പേരായിട്ട് ഇറങ്ങിച്ചെന്നു. ആമേൻ. വാഗ്ദത്തത്തെ വിശ്വസിക്കുന്നുണ്ടോ? നിനക്ക് കിട്ടിയ വാഗ്ദത്തം നടക്കാതെ പോകത്തില്ല. സകല വാഗ്ദത്തങ്ങളും നിറവേറാറായി. ഈ വാഗ്ദത്തത്തെ മുറുകെ പിടിച്ച് ദാനിയേൽ തന്റെ മാളിക മുറി യെരൂശലേമിന് നേരെയുള്ള ഡോറ് ഒരിക്കലും അടച്ചില്ല. താൻ അങ്ങോട്ട് നോക്കി പ്രാർത്ഥിക്കും. കാരണം ശലോമോൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി അറ്റസ്ഥിതിയിലുണ്ട്. ആരെങ്കിലും മനം തിരിഞ്ഞ് മടങ്ങി വന്ന് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരം ഉറപ്പെന്ന്. നിങ്ങൾക്ക് മനസ്സിലായോ ഡോർ തുറന്നിട്ട് കാര്യം എന്തെന്ന്? ഹല്ലേലൂയ. ഡോർ തുറന്നിട്ട് പ്രാർത്ഥിച്ചു. 1, അവൻ ഓടി വീട്ടിലേക്ക് വന്നു. 2, അവൻ എങ്ങനെ പ്രാർത്ഥിച്ചു? എങ്ങനെ പ്രാർത്ഥിച്ചു? യെരൂശലേമിന്റെ നേരെ തിരിഞ്ഞ് പ്രാർത്ഥിച്ചു. 3, അവൻ എങ്ങനെ പ്രാർത്ഥിച്ചു? 3 നേരം പ്രാർത്ഥിച്ചു. അവൻ്റെ പ്രാർത്ഥന ജീവിതം തന്നെ പ്രാർത്ഥനയായിരുന്നു. 4, അവൻ എങ്ങനെയായിരുന്നു? ദൈവത്തിന് സ്തോത്രം. അവൻ എങ്ങനെയാണ്? ഹല്ലേലൂയ സ്തോത്രം. 4-ാമത് എന്താ കാര്യം? ഹല്ലേലൂയ. ആ ഭാഗം വായിക്കുമ്പോൾ അത് മനസ്സിലാകും. എന്തെന്നാ വായിച്ചേ? എന്നാൽ രേഖ എഴുതിയിരിക്കുന്നുവെന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്നു. അവന്റെ മാളിക മുറിയുടെ കിളിവാതിൽ യെരൂശലേമിന് നേരെ തുറന്നു. അടുത്ത് താൻ മുൻപേ ചെയ്തു വന്ന പതിവ് പോലെയുള്ള പ്രാർത്ഥന തുടങ്ങി. അടുത്ത് 3 വട്ടം പ്രാർത്ഥിച്ചു. അടുത്ത് ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി. അടുത്ത് താൻ മുട്ടുകുത്തി. അടുത്ത് തന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. സ്തോത്രം. ഞാൻ പറയട്ടെ, കർത്താവിൻ്റെ നാമത്തിൽ സ്തോത്രം ചെയ്തു. നമുക്കറിയാം, സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട് അനേകര്. സ്തോത്രം. നെഹെമ്യാവിൻ്റെ പുസ്തകത്തിനകത്ത് പോകുമ്പോൾ അതിനകത്തൊരു മനുഷ്യൻ പ്രാർത്ഥന തുടങ്ങിയപ്പോൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചു. രാവിലെ എഴുന്നേറ്റ് ആരൊക്കെ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാറുണ്ട്? രാവിലെ അങ്ങ് ഉണർന്നിരുന്ന് അങ്ങോട്ട് എന്ത് ചെയ്യണം? ഹല്ലേലൂയ സ്തോത്രം. നമ്മൾ രാവിലെ ഉടനെ എന്ത് ചെയ്യണം? അങ്ങോട്ടൊരു സ്തോത്ര പ്രാർത്ഥന. എങ്ങനെയാണ് സ്തോത്ര പ്രാർത്ഥന നടത്തുന്നത്? സ്തോത്രം. നമ്മുടെ അന്നത്തെ ദിവസത്തിന് വേണ്ടി സ്തോത്രം ചെയ്യണം കേട്ടോ. ദേശത്തിന് വേണ്ടി സ്തോത്രം ചെയ്യണം. കുടുംബത്തിൽ അംഗങ്ങൾക്ക് വേണ്ടി സ്തോത്രം ചെയ്യണം. ഭരിക്കുന്ന ഭരണകർത്താക്കൾക്ക് വേണ്ടി സ്തോത്രം ചെയ്യണം. ആലയത്തിന് വേണ്ടി സ്തോത്രം ചെയ്യണം. ശുശ്രൂഷകൾക്ക് വേണ്ടി സ്തോത്രം ചെയ്യണം. കുടുംബത്തിൽ അംഗങ്ങൾക്ക് വേണ്ടി പേര് പറഞ്ഞ് സ്തോത്രം ചെയ്യണം. കുടുംബത്തിൽ അംഗങ്ങളെ ദൈവം കൊടുത്തു. ഞാൻ പറയുന്നുണ്ടോ ഇതൊക്കെ പറഞ്ഞ്? ഹാലലി. വെളുപ്പം കാലം എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോൾ ഞാൻ നീ ഉണരണം. എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോൾ കാവൽക്കാരെ ഉണർന്നിരുന്ന് സ്തോത്രം പറഞ്ഞ് പ്രാർത്ഥിച്ചു. ആമേൻ 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 ആമേൻ. സ്തോത്രം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങണം. നെഹെമ്യാവ് 11:17 വായിക്കുമ്പോൾ മദന്യാവ് എന്ന മനുഷ്യൻ പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. അയാൾ ദൈവത്തോട് സ്തോത്രമാണ് ആദ്യം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത്. ചിലർ പ്രാർത്ഥിച്ച ശേഷവും സ്തോത്രം ചെയ്യും. ഇന്ന് ഇതിനകത്തിരിക്കുന്ന പൈതലെ ദാനിയേലിന് ഉത്കൃഷ്ട മാനസനാകാൻ കാരണം 1, ഹല്ലേലൂയ, അവൻ സ്തോത്രം പ്രമാണം സൂക്ഷിച്ചു ഹൃദയത്തിനകത്ത്. 2, പോയെടുത്തും വന്നെടുത്തും വിശ്വസ്തനായിരുന്നു. 3, അവൻ്റെ പ്രാർത്ഥന കോട്ടകളെ ഉടയ്ക്കുന്നതായിരുന്നു, കെട്ടുകളെ പൊട്ടിക്കുന്നതായിരുന്നു, എല്ലാം ദൈവത്തോട് പറയുന്നതായിരുന്നു. ജീവിതമേ പ്രാർത്ഥനയായിരുന്നു. ആമേ മുട്ടുകുത്തിയുള്ള പ്രാർത്ഥനയായിരുന്നു. തീർന്നില്ല, വീട്ടിലേക്ക് ഓടിപ്പോകുന്ന പ്രാർത്ഥനയായിരുന്നു. വാതിൽ തുറന്നിട്ടുള്ള പ്രാർത്ഥനയായിരുന്നു. പ്രാർത്ഥന ജീവിതമായിരുന്നു. സ്തോത്രം പറഞ്ഞുള്ള പ്രാർത്ഥനയായിരുന്നു. ഇപ്രകാരം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന വീരനെ കുറിച്ച് ദൈവം പറഞ്ഞു, ദാനിയേൽ എൻ്റെ ഉത്കൃഷ്ട മാനസൻ. ഹല്ലേലൂയ. ഇന്ന് ഇതിനകത്തിരിക്കുന്ന പൈതലെ സ്തോത്രം പ്രമാണം സൂക്ഷിക്കുന്ന ഒരു മണവാട്ടിയായി, പ്രാർത്ഥന സൂക്ഷിക്കുന്ന ഒരു മണവാട്ടിയായി, വേർപാട് സൂക്ഷിക്കുന്ന ഒരു മണവാട്ടിയായി, വിശ്വസ്തതയുള്ളൊരു മണവാട്ടിയായി, എവിടെയും ദൈവം നമ്മളെ ഏൽപ്പിക്കുന്നിടത്ത് വിശ്വസ്തതയോടെ ഹല്ലേലൂയ ഇങ്ങനെ ജീവിച്ചാൽ അത്ഭുതം നടക്കും. ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കും. അങ്ങനെ ജീവിച്ചാൽ കെട്ടുകൾ പൊട്ടും, ബന്ധനങ്ങൾ അഴിയും. പ്രമാണം സൂക്ഷിക്കുന്നവൻ്റെ മുൻപിൽ ബന്ധനങ്ങൾ അഴിയും, കെട്ടുകൾ പൊട്ടും, ചങ്ങലകൾ അഴിയും. അവനെ കൊണ്ടെത്തിക്കേണ്ടിടത്ത് എത്തിക്കും. ആത്മാവ് നിറച്ച അധികാരത്തോടെ പുറത്തെടുക്കും. അന്നൊന്നും വേണ്ടുന്ന മന്ന കൊടുക്കും. എല്ലാം പുതിയതായിരിക്കും. മാത്രമല്ല ജീവിതവും വിശുദ്ധമായിരിക്കും. പ്രമാണം വിട്ടുപോകത്തില്ല. പ്രമാണം ഇല്ലാതെ സഞ്ചരിക്കത്തില്ല. പ്രാർത്ഥന ഇല്ലാതെ സഞ്ചരിക്കത്തില്ല. വിശ്വസ്തത ഇല്ലാതെ സഞ്ചരിക്കത്തില്ല.
ശ്രദ്ധിച്ചേ, രാവിലെ മുതൽ കേട്ട വചനം ഒന്ന് ചിന്തിച്ചേ. എല്ലാം കറക്റ്റാണ് വന്നുകൊണ്ടിരുന്നു, ആത്മാവ് തന്നുകൊണ്ടിരുന്നു. ശ്രദ്ധിച്ചേ, രാവിലെ മുതൽ കേട്ട വചനം ശ്രദ്ധിച്ചേ. ഹല്ലേലൂയ, സ്തോത്രം. ഒരു കുട്ടം പറഞ്ഞ് നിങ്ങൾ ലോകത്തിൽ നോക്കിയത് ആരെയും വിധിക്കരുത്, ആരെയും വിധിക്കല്ലേ. നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ നിങ്ങൾക്ക് മുളന്ന് കിട്ടും. വിധി കിട്ടും. നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ നിങ്ങളും വിധിക്കപ്പെടും. നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്ക് വളർന്ന് കിട്ടും എന്നാണ് വചനം. അതുകൊണ്ട് ആരെയും വിധിക്കരുത്, ആരെയും അളക്കരുത്. ഞാൻ പറയാം, അന്ത്യകാലമാകയാലും ഇത് ദുർഘട ദിവസമാകയാലും ഇത് സക്കത്തിൽ സമയം ഉപയോഗിക്കേണ്ട കാലമാകയാലും ഇത് നല്ല നോട്ടിൻ്റെ കൂടെ കള ഉള്ളത് കൊണ്ടും സത്യ ആരാധനയ്ക്ക് വിരുദ്ധമായി മിഥ്യ ആരാധന നടക്കുന്നത് കൊണ്ടും ഇന്ന് അനേകർ ഹല്ലേലൂയ അനേകരുടെ ശുശ്രൂഷകൾ കേൾക്കുമ്പോൾ ലോകത്തോടൊന്നുകിൽ ലോകത്തോട് അടുപ്പിക്കുന്ന വചനമാണ് കേൾക്കുന്നത്. തെറ്റിപ്പോവരുതേ. ലോകത്തോട് അടുപ്പിക്കുന്ന സുവിശേഷം സത്യ സുവിശേഷം അല്ല. ദൈവത്തോട് അടുപ്പിക്കുന്ന സുവിശേഷം, പ്രമാണത്തോട് അടുപ്പിക്കുന്ന സുവിശേഷം. നിങ്ങൾക്ക് മനസ്സിലായി? നിങ്ങൾ ഇരിക്കല്ല അവിടെ. തഴക്കത്തല അഭ്യാസം തികഞ്ഞ ഇന്ദ്രിയമുള്ളവർക്ക് സത്യവചനം വിട്ട് മറ്റൊന്ന് വന്നാൽ അവർ ഇതിനകത്ത് എണീറ്റ് പോകും. ആർക്കും നൊന്തൊന്നൊന്നും അവർ നോക്കൂല, ദൈവത്തിൽ നൊന്തോന്നേ നോക്കൂ. ദൈവം, അത് എൻ്റെ ലൈവ് കണ്ണിൽ കണ്ടതാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, ഇന്ന് ഇതിനകത്ത് ഞാൻ പറഞ്ഞു വരുന്ന വേറൊന്നുമല്ല. ചിലയിടത്ത് ലോകത്തോട് അടുപ്പിക്കുന്ന ശുശ്രൂഷ. രണ്ടാമത്തെ ശുശ്രൂഷ ശ്രദ്ധിച്ചു കേട്ടോ. നമ്മളെ പിടിച്ച് പൊക്കുന്നതല്ല, കർത്താവിനെ അനേകർക്ക് കൊടുക്കുന്നതാണ് ശുശ്രൂഷ. അഭിഷേകമുണ്ട്, കൃപാവരമുണ്ട്. നിങ്ങൾ കേട്ടു രാവിലെ മുതൽ. എന്നെ കാണിക്കാനല്ല, അത്ഭുതം യേശുവിനെ കാണിക്കാൻ. ഞാൻ നേരത്തെ പ്രസംഗിച്ചു, അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വചനത്തെ ഉറപ്പിച്ചു. അത്ഭുതം വന്ന എന്തിനവിടെ പറ? വചനത്തെ തന്നല്ല. ചിലപ്പോൾ എൻ്റെ മുറിക്കകത്ത് വെച്ചായിരിക്കും, ചിലപ്പം പള്ളിക്കകത്ത് വെച്ചായിരിക്കും, ചിലപ്പോൾ ഒരു പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും, ചിലപ്പോൾ ഞാൻ കണ്ണടച്ച് കിടന്നുറങ്ങുമ്പോഴായിരിക്കും. എപ്പോഴും എനിക്കറിയണ്ട. പക്ഷേ എന്നെ തൊടേണ്ട സമയം എൻ്റെ അപ്പനറിയാം. ദാനിയേലിനെ എവിടെ വച്ചാ തൊട്ടെ, എവിടെ വച്ച അവൻ അവിടെ ഇരുത്തിയേ? 121 തിരഞ്ഞെടുത്തത് ഒരുത്തനായിട്ട് തിരഞ്ഞെടുത്ത് എവിടെ വച്ചാ? 3-1 തിരഞ്ഞെടുത്ത് എവിടെ കൊണ്ടുപോയപ്പോഴാ? അവൻ ദൈവത്തിൽ നിന്നപ്പോഴാ. നിങ്ങൾക്ക് എത്ര പേർക്ക് പിടികിട്ടി സഹോദരങ്ങളെ? വചനം ഒരാൾ തലവുത്തരം തള്ളിയിടുമ്പോഴല്ല, വീഴലെന്നല്ല, അഭിഷേകം തെറിക്കും. പക്ഷേ തരുന്ന ദൂത് നിങ്ങൾ ആലോചിക്കണം, നിങ്ങൾ ചിന്തിക്കണം. എന്നെ വലുതാക്കുന്നതല്ല, നീ എങ്ങനെയാണെന്ന് ആത്മാവിൽ വിവേചിച്ചിട്ട് വേണം നീ പിടിക്കാൻ. വല്ലതും കയറി പിടിച്ച് വല്ലയിടത്തും കൂടെ കിടന്ന് ഓടിയിട്ട് മറ്റങ്ങനല്ല. പരിശുദ്ധാത്മാവ് സത്യത്തിൻ്റെ ആത്മാവ് തന്നെയാണ്. രാവിലെ മുതൽ നിങ്ങൾ കേട്ടു വചനം. ആത്മാവുണ്ട്, തീ ആക്കുകയും ചെയ്യും, ഭൂമിയുടെ അറ്റം വരെ കത്തിക്കുകയും ചെയ്യും. ഒരിടത്ത് ഒളിപ്പിക്കുകയില്ല, ഒരിടത്ത് മറയ്ക്കുകയില്ല, നമ്മളെ തള്ളിക്കളയുകയില്ല, ലജ്ജിക്കാൻ വിടുകയുമില്ല. എല്ലായിടത്തും ജയാളിയായ കർത്താവ് ദാനിയേലിനോട് കൂടെ ഇരുന്നു. ഞാൻ പറഞ്ഞില്ലേ, അവൻ്റെ അകത്ത് ശുശ്രൂഷയുടെ ഓരോ ഭാഗവും ചെയ്യുമ്പോഴും സിംഹത്തിൻ്റെ വായ വന്ന് ദൂതൻ അടയ്ക്കുമ്പോഴും ദാനിയേൽ പറഞ്ഞില്ല. പൊങ്ങച്ച പറഞ്ഞോ? എന്താ പറയത്തെ? ദാനിയേൽ പ്രമാണം, 2 ദാനിയേൽ വിശ്വസ്തൻ, 3 ദാനിയേൽ പ്രാർത്ഥന മനുഷ്യൻ. ഇത് 3ഉം അയാൾക്ക് ഏതൊക്കെ മണ്ഡലത്തിൽ 3-ൽ 1 പോയില്ല. ഇന്നൊരാളിന് ശുശ്രൂഷ കിട്ടിക്കഴിഞ്ഞാൽ യേശുക്രിസ്തു ഇപ്പോൾ എവിടെ ഇരിക്കുക? മധ്യസ്ഥ ചെയ്തുകൊണ്ടിരിക്കുക. എനിക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യുന്ന ആരാ? ഇനി ഇതിനേക്കാളും വലിയ മധ്യസ്ഥൻ ആരുണ്ട്? ഈ മധ്യസ്ഥം പറഞ്ഞ ദൈവം കേൾക്കൂലേ? അതെ, ഇനി വേറൊരാൾ ദൈവം പറഞ്ഞാലേ കേൾക്കൂളാ? ഞാൻ പറഞ്ഞു തന്ന റൂട്ടൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്. ഇയാൾ ദൈവം പറഞ്ഞ ഉടനെ കേൾക്കുന്ന ദൈവമല്ല. യേശുക്രിസ്തു അടുത്തിരുന്ന് പറയും, ശാലിനി അതാ ഇങ്ങനെ ചെയ്യുകയാ, കർത്താവ് ഒന്ന് തൊട്. എനിക്ക് വേണ്ടി ആദ്യം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്? എപ്പോഴും നിങ്ങൾക്ക് വേണ്ടി ഞാനല്ല പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക? അത് കഴിഞ്ഞാണ് ബാക്കിയുള്ളവർ. ഇപ്പം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക?
കർത്താവ് ഇന്നിതിനകത്ത് പ്രമാണം വിട്ടുപോകല്ലേ. ഭൂമി ഇവിടെ അറ്റം വരെ ഓടാനുള്ള ആലോചന എനിക്ക് നിങ്ങൾക്കുണ്ട്. വചനം വിട്ടുപോകല്ലേ, പ്രമാണം വിട്ടുപോകല്ലേ. ആത്മാവിൽ നിറഞ്ഞ് ഒരു തീയായി, ഒരു തീ പന്തമായി ഓടുവാൻ പരിശുദ്ധാത്മാവ് എന്നെ നിങ്ങളെ സഹായിക്കട്ടെ. ദാനിയേൽ ഉത്കൃഷ്ട മാനസനായിരുന്നു. അവസാനം വരെ പ്രമാണം വിട്ടില്ല, വിശ്വസ്തത വിട്ടില്ല, പ്രാർത്ഥന വിട്ടില്ല. അന്ത്യം വരെ കർത്താവിൻ്റെ വിശ്വസ്തനായി ജീവിച്ചു. മോശ, ഒരുപാട് ഭക്തന്മാർ, ഏലിയാവ്, എലീശ എല്ലാം നമ്മൾ കേട്ടു. ഇന്ന് കേട്ട വചനത്തെ ഹൃദയത്തിൽ ധ്യാനിക്കാം.